ഇവിടുത്തെ മദ്രസയുടെ സബീലുൽ ഹിദായയുടെയൊക്കെ പ്രിയങ്കരനായ പ്രവർത്തകന്മാർ, വോളണ്ടിയേഴ്സ്, സഹോദര സഹോദരിമാർ, ഉമ്മപെങ്ങന്മാർ, അള്ളാഹു ഇന്നത്തെ ഈ രാത്രി അള്ളാഹു മഗ്ഫിറത്തും അവൻ്റെ റഹ്മത്തും പൂർവോപരി അള്ളാഹുവിൻ്റെ തിരുനോട്ടവും ഉണ്ടാവാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്നവരിൽ നമ്മളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമുക്കറിവ് പറഞ്ഞു തന്ന ഉസ്താദുമാർ, ദീനി മഹല്ലുകളെ, മദ്രസ സംവിധാനങ്ങളെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് സഹായിച്ചവർ, ഇവിടെയും മറ്റു നാടുകളിലുമൊക്കെയായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയവർ, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കലൂടെ പ്രാർത്ഥിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രയാസം തോന്നുമെങ്കിലും കടുത്ത ചൂടിലും ആ ഒരു ഹ്യൂമിഡിറ്റിയിൽ നിന്നൊക്കെ ഒരൽപ്പം ആശ്വാസം ലഭിക്കാൻ അള്ളാഹു ചെയ്തു തന്ന വലിയൊരു നിഅമത്ത് പോലെ നമ്മളത് സ്വീകരിക്കുകയാണ്. ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നൊരിക്കലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും ചില സമയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മലക്കുകളുടെയും മനുഷ്യരുടെയും ലോകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര പൂരകങ്ങളായി നമുക്ക് മാതൃകയാക്കാനുള്ളവരായി അല്ലാഹു നിർദ്ദേശിക്കുന്ന ഈ രണ്ട് ലോകങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണിപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വാദുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇവിടെയും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാദിറൂ ബിൽ അഅമാലി സബ്അ, 7 അവസ്ഥകൾ നിങ്ങൾക്ക് വരുമ്പോൾ ആ 7 അവസ്ഥകൾക്ക് പകരം വരാനിരിക്കുന്ന 7 അവസ്ഥകൾ വന്നു ചേരുന്നതിൻ്റെ മുമ്പ് കർമ്മങ്ങൾ ചെയ്ത് മുന്നേറണം എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി അവരുടെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീഥാണിത്. 7 കാര്യങ്ങൾക്ക് മുന്നേ നിങ്ങൾ കർമ്മങ്ങളുമായി ബാദിറു. മുബാദറ എന്ന് പറയുന്നത് ഹൈസനിങ്, വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുക എന്നാണ്. അത് വെയിറ്റ് ചെയ്യരുത്. നാളെ അടുത്ത റമദാൻ വരട്ടെ, റബീഉൽ അവ്വൽ വരട്ടെ, മുഹറം പിറക്കട്ടെ എന്നൊന്നും പറഞ്ഞു നിൽക്കരുത്. പെട്ടെന്ന് ചെയ്യണം. ഹൽ തൻദുറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, എല്ലാം മറപ്പിച്ചു കളയുന്ന ഒരു ദാരിദ്ര്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും, കച്ചവടങ്ങൾ നഷ്ടമാകും, ആശുപത്രി ചിലവുകൾ വഹിക്കാൻ കഴിയാത്ത വിധം ഭാരം നമ്മുടെ ചുമലിൽ വന്നണയുന്നു. എല്ലാം മറന്നു പോകുന്ന ഒരു ദാരിദ്ര്യം. അല്ലാഹുവേ, എൻ്റെ ജീവിതം ഇരുളടഞ്ഞു പോയോ എന്ന് പോലും സംശയിക്കുകയും ഒരു വേള കുഫറിൻ്റെ ചിന്തകളിലെത്തിയാൽ രക്ഷപ്പെടുമോ എന്ന് പിശാച് മനുഷ്യനെ തിന്മയിലേക്കും ദൈവനിഷേധത്തിലേക്കും കൈപിടിക്കാൻ ഇടയുള്ള ഒരവസ്ഥയാണ് ദാരിദ്ര്യം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കയ്യിൽ അല്ലാഹു ആരോഗ്യവും സമ്പത്തും നൽകുമ്പോൾ ആ സമ്പത്തിനു പിറകെ വരാനിരിക്കുന്ന ദാരിദ്ര്യത്തിന് മുമ്പ് നിങ്ങളൊന്ന് ധൃതി പിടിച്ച് കർമ്മങ്ങൾ ചെയ്യണമേ. കാത്തിരിക്കരുതേ, പിശുക്കരുതേ. അല്ലാഹുവിന് വേണ്ടി നൽകണേ. ഔ ഗിനൻ മുത്ഗിയാ, സമ്പത്തിൻ്റെ സൗകര്യങ്ങളുടെ ആർഭാടത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സാഹചര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു തരുമ്പോൾ മുത്ഗിയൻ, അല്ലാഹുവിനെ മറന്നുപോകുന്ന ഒരു ജീവിതം നയിക്കുന്ന സമ്പന്നതയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? സമ്പത്തൊരു വലിയ പരീക്ഷണമാണ്, അത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ ആരും ചിന്തിക്കുകയോ ആലോചിക്കുകയോ വേണ്ട. കാരണം നബി തങ്ങൾ പറഞ്ഞു, അതിനല്ലാഹു വില നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പടച്ചവനെ നിഷേധിക്കുന്ന ഒരാൾക്കും ഒരിറ്റ് വെള്ളം പോലും അല്ലാഹു നൽകുമായിരുന്നില്ല എന്നാണ്. അവർക്കൊക്കെ സമ്പത്തുണ്ടല്ലോ. അത് അല്ലാഹുവിൻ്റെ നിഅമത്തിൻ്റെയോ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെയോ അടയാളമല്ല. അതൊരു ഇബ്തിലാ ആണ്, അതൊരു പരീക്ഷണമാണ്.
ചില ആളുകൾക്ക് പൈസ കിട്ടുമ്പോഴേ മക്കൾക്ക് ഉന്നത ജോലിയാകുമ്പോൾ വീടും സൗകര്യങ്ങളുമൊക്കെ റാഹത്തായി വരുമ്പോൾ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരും. അതുവരെ ഹിജാബിലും ശരീരം മറച്ചും നടന്നിരുന്ന പെൺകുട്ടികളൊക്കെ പിന്നെ തലമുടി കാണിക്കാൻ തുടങ്ങും, ശരീരം ഫാഷനബിൾ ഡ്രസ്സിട്ട് ഇറങ്ങാൻ കാണിക്കാൻ തുടങ്ങും. സമ്പത്ത് വരുമ്പോൾ ദീനകലുന്ന സാഹചര്യങ്ങൾ വരും. എല്ലാവർക്കുമല്ല, ഇല്ലാ മാ റഹിമ റബ്ബി. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ സ്വഭാവം മാറാറില്ല. സമ്പത്ത് വരികയും പോവുകയും ചെയ്യാം, സ്ഥാനമാനങ്ങൾ ലഭിക്കാം, ഇല്ലാതിരിക്കാം, പക്ഷെ അവരായിട്ട് തന്നെ നിലനിൽക്കും. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അങ്ങനെയല്ല. ഹബീബായ നബി ഞങ്ങൾ ചോദിക്കുകയാണ്, 7 അവസ്ഥകൾ നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടേണമേ. ഔ മറളം മുഫ്സിദാ, നിങ്ങളെ തന്നെ വിഷമിപ്പിച്ചു കളയുന്ന രോഗമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇപ്പൊ ആരോഗ്യമുണ്ടല്ലോ, കൈകാലുകൾക്ക് കാര്യമായ വേദനയൊന്നുമായില്ല, എന്നാൽ ഇനിയൊരു മരണത്തിലേ അവസാനിക്കൂ എന്ന തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതാണോ നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത്? ഔ മറളം മുഫ്സിദാ. നമ്മുടെ പ്രവർത്തകരിൽ കരളിന് അസുഖമുള്ളവരെ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടവരെ, വിവിധങ്ങളായ അസുഖങ്ങളിൽ കഴിയുന്നവർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടവരും അല്ലാത്തവരും, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ്? ഔ ഹറമൻ മുഫന്നിദാ, ഓർമ്മ നഷ്ടപ്പെടുന്ന, പറയുന്നത് എന്താണെന്ന് പോലും ഓർക്കാൻ കഴിയാത്ത, മെമ്മറി ലോസ് സംഭവിക്കുന്ന ഒരു വാർദ്ധക്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ആ വാർദ്ധക്യം എത്തിയിട്ട് നന്നാവണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിൻ്റെ മുമ്പ് നന്നാവണ്ടയോ? ഔ മൗതൻ മുജ്ഹിസാ, എല്ലാം കൈകളിൽ നിന്ന് പിടിച്ചു പറിച്ചെടുക്കുന്ന ഒരു മരണമാണോ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത്? പിന്നെ വരാനുള്ളത് മരണമാണ്. മനുഷ്യനോടുന്ന ഓട്ടപ്പാച്ചിലുകളൊക്കെ എന്തിൻ്റെ പിന്നിലാണോ? ആ വസ്തുതകളെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് കുളിപ്പിക്കപ്പെട്ട് നിസ്കരിച്ച് മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂമിയിലെ അവസാനവും ആഖിറത്തിൻ്റെ തുടക്കവും ആ മരണമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അവിദ്ദജ്ജാൽ, അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായ മസീഹുദ് ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? ഫശർറു ഗായിബിൻ യുൻതദർ യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ദമസ്കസിന്റെ കിഴക്കു ഭാഗത്തെ അൽ മസ്ജിദുൽ അമവി എന്ന പള്ളിയുടെ മുനാരങ്ങളിലൂടെ സയ്യിദുനാ ഇമാമുനാ മഹ്ദി റളിയല്ലാഹു അൻഹു അനുയായികളും സുബ്ഹി നിസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ ആകാശലോകത്ത് നിന്ന് സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം വരുന്നുണ്ട്. ഇറങ്ങി വരുന്നു മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്. അവരുടെ തലമുടിയിൽ നിന്നും യൻഹദിറു മിഥലുൽ ജുമാൻ, മനോഹരമായ മുത്തുകളെപ്പോലത്തെ മണികൾ അവരുടെ തലയിൽ നിന്ന് ഉറ്റി വീഴുന്നുണ്ടാകും. മഹാനായ ഈസ നബി അലൈഹിസ്സലാം കാണുന്നത് മസീഹുദ് ദജ്ജാലിനെയാണ്. പിന്നെ ഭൂമിയിലുടനീളം ഫസാദുകൾ വിതച്ചുകൊണ്ട് നടക്കുന്ന മസീഹുദ് ദജ്ജാലിനെ യത്ലുബുഹു ഫയഖ്തുലുഹു ബിബാബി ലുദ്, ഇന്നത്തെ ഇസ്രായേലിന്റെ ഭാഗമായ ലുദ് കവാടത്തിൽ വെച്ച് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം പിടികൂടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? അവിസ്സാഅ, അതല്ല നിങ്ങൾ അന്ത്യനാളിനെ തന്നെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഖിയാമത്ത് നാളായിട്ടാണോ ഇനി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ നിസ്കാരവും പ്രാർത്ഥനയും സ്വലാത്തും, നിങ്ങളുടെ വിത്റും ദുഹായും, നിങ്ങളുടെ ഖുർആൻ പാരായണവും, അല്ലാഹുവിനെ ചൊല്ലേണ്ട അദ്കാറുകളും എങ്ങോട്ടാണ് നിങ്ങൾ നീക്കിവെക്കുന്നത്? വസ്സാഅതു അദ്ഹാ വ അമർ, നാളത്തെ ഖിയാമത്ത് നാള് അതിഭീകരമാണ്, അത് കൈപ്പേറിയതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. കഠിനാധ്വാനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിസ്കാരത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ
ഖുർആൻ ഓതുന്നിടത്ത്, അദ്കാറുകളിൽ, സ്വലാത്തിൽ, ജനസേവനം ചെയ്യുന്നതിൽ ഒക്കെ. SKSSFന്റെ പേരിലുള്ള വിഖായയുടെയൊക്കെ ആംബുലൻസ് ഇവിടെ കാണുന്നു. മാഷാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മക്കള് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ സംവിധാനങ്ങൾക്ക് കീഴിൽ ആതുര സേവനത്തിന് സജ്ജമായി ഇത്രയും 2 ആംബുലൻസുകളാണ് നമ്മുടെ ഈ വേദിക്ക് മുന്നിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കഠിനാധ്വാനമാണ്, അവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ്. സമസ്തയിലെ ജമിയത്തുൽ ഉലമ എന്ന ഒരു പകരം വെക്കാനില്ലാത്ത കേരളീയ സമൂഹത്തിന്, നമ്മുടെ ഭാരതത്തിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച ആ മഹാപ്രസ്ഥാനം, അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംവിധാനങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു തആല നമ്മുടെ ഉലമാഇന്, ഉമറാഇന് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും സദാദും തഖ്വയും ഈമാനും പർവോപരി നമുക്കൊക്കെ നേതൃത്വം നൽകി മാതൃകകളാകാനുള്ള മഹാഭാഗ്യം കാലാകാലങ്ങളിൽ നമുക്ക് ശേഷവും വരുന്ന തലമുറകൾക്ക് അള്ളാഹുവെ നീ നിലനിർത്തേണമേ എന്ന് ദുആയിരക്കുകയാണ്. കഠിനാധ്വാനം വേണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. മലായിക്കത്തുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. അവരെ അള്ളാഹുവിനെ അനുസരിക്കുക മാത്രമാണ്, അനുസരണക്കേട് അവർക്കറിയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രമാണ് അവർ ചെയ്യുക. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് ചെയ്യാൻ പറഞ്ഞതിന് എതിര് അവർ ചെയ്യുകയേ ഇല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. നമുക്കും അത് സാധ്യമായിരുന്നെങ്കിൽ. പക്ഷേ അള്ളാഹു നരകത്തെ പൊതിഞ്ഞിരിക്കുകയാണ്. നരകത്തിന്റെ റാപ്പിംഗ്, നരകത്തെ അള്ളാഹു റാപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നതെന്തോ അതാണ് നരകത്തെ പൊതിഞ്ഞു വെച്ചിട്ടുള്ളത്. അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ നരകത്തിലേക്ക്. ഹുഫ്ഫത്തിൽ ജന്നതു ബിൽ മകാരിഹ്. എന്നാൽ സ്വർഗത്തെ പൊതിഞ്ഞു വെച്ചത്, സ്വർഗത്തെ റാപ്പ് ചെയ്തിരിക്കുന്നത് ബിൽ മകാരിഹ്, സ്വമേധയാ ചെയ്യാൻ മടി തോന്നുന്ന വിഷയമാണ് സ്വർഗം കിട്ടാൻ. കാരണം ആ റാപ്പിംഗ് തുറന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് തണുത്തുറയുന്ന രാവുകളിൽ നിസ്കരിക്കുന്നത്, ഉളുവെടുക്കുന്നത് ബിൽ മകാരിഹ് പ്രയാസമായിരിക്കും. കൂട്ടുകാര് മുഴുവനും ലഹരിക്കും മദ്യത്തിനും ഫ്രണ്ട്ഷിപ്പ് ബോയ്സും ഗേൾസുമൊക്കെയായി ഡേറ്റിങ്ങും കൂടെ നടക്കലും കറങ്ങലുമൊക്കെയായി നടക്കുമ്പോൾ നാളത്തെ ഒരു പരലോകവും നാളെ പോയി കിടക്കുന്ന ഖബറിനെയും ഓർമ്മ വരുന്ന ഒരു +2 വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കള് അല്ലാഹുവേ എനിക്കിത് പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്കെതിരെ തന്നെ ശരീരത്തിൻ്റെ ഭാഷയിൽ കുത്തുവാക്കുകൾ വരുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത്? നിന്റെ കൂടെയുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? അതുപോലെ നിനക്കും ചെയ്തുകൂടെ? പക്ഷേ ശരീരത്തിനിഷ്ടമാണ്, ശരീരത്തിനിഷ്ടമാണത്. പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടമല്ല, അള്ളാഹു വെറുക്കുന്നതാണ്. അത്തരം സംഭവങ്ങളെ, ശരീരങ്ങളെ നിയന്ത്രിച്ചു വേണം സ്വർഗത്തിലേക്കെത്താൻ. ചിലപ്പോൾ അത് ചെയ്യാൻ വെറുപ്പ് തോന്നും, അല്ലെങ്കിൽ മടി തോന്നും. സംസ്കാരത്തിന്റെ വിഷയം അങ്ങനെയാണ്. സത്യസന്ധത, സത്യം പറയുന്നത്, സംസ്കാരവും നമ്മുടെ വാല്യൂസും നമ്മുടെ മൂല്യങ്ങളും കൊണ്ടു നടക്കുന്നത് അത് ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ സ്വർഗത്തെ അല്ലാഹു ആവരണം ചെയ്തിരിക്കുന്നത് നമുക്ക് വെറുപ്പ് തോന്നുന്ന വിഷയങ്ങളിലൂടെയാണ്. നരകത്തെ അല്ലാഹു പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം കൊതിക്കുന്നതാണ്. നമ്മുടെ റോഡുകളിൽ എവിടെയെങ്കിലും ഒരു അസാധാരണമായ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ മദ്യഷാപ്പ് കാണും. അപ്പൊ അത് കുറച്ചാളുകൾ തിരക്കുന്നുണ്ട്, അവിടെ റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. എന്തേ? കുറെ ആളുകൾ അവിടെ തിരക്കുകയാണ്. ബാറിന്റെ മുമ്പിൽ, ലഹരിയുടെ മുമ്പിൽ. ഷഹവാത്ത്, ശരീരത്തിന്റെ ആഗ്രഹമാണ്. തടിക്ക് തോന്നുന്നു, ശരീരത്തിന് തോന്നുന്നു അത് ചെയ്യണമെന്ന്. അത് ചെയ്താൽ പിന്നെ കിടക്കുന്നത് ഹുഫ്ഫത്തിന്നാർ, നരകത്തിലേക്കാണ്. നരകം പൊതിഞ്ഞു വെച്ചത് ശരീരത്തിന് ഇഷ്ടമുള്ളവയെ കൊണ്ടാണത്രേ. അതിന്റെ ഭാഗമാണ് ഈ ഫ്രണ്ട്ഷിപ്പും അതൊക്കെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് കാക്കേണമേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദെന്ന് ബിഇജ്മാഇൽ ഉലമാ, ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയുമായിരുന്നു,
അഫ്ദലുൽ അഅമാൽ മാ ഉക്രിഹത് അലൈഹിൻ നുഫൂസ്. ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന കർമ്മം നമ്മുടെ ശരീരത്തെ നമ്മൾ നിർബന്ധിപ്പിക്കുന്ന കർമ്മമാണ്. അല്ലാഹുവിന് വേണ്ടി നിർബന്ധിപ്പിക്കുന്നത് ഉറക്കമാണ്, ക്ഷീണമാണ്, എണീക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ സുബഹിക്ക് മുമ്പായി ഒന്ന് എണീക്കാനും എഴുന്നേറ്റ് നിസ്കരിക്കാനും നമ്മൾ ശരീരത്തെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വായിച്ചും കണ്ടും തീർന്നിട്ട് മരിക്കാൻ സമയം കിട്ടൂല. അതൊക്കെ ഒന്ന് പൂട്ടിവെച്ച് ഞാൻ ഖുർആൻ ഓതട്ടെ, ശരിക്കും നമ്മളെ നിർബന്ധിക്കേണ്ടി വരും. മാ ഉക്രിഹത് അലൈഹിൻ നുഫൂസ്. പെട്ടെന്ന് ഒരു ഫ്ലോയിൽ ചെയ്യാൻ കഴിയില്ല. ജനങ്ങളൊക്കെ ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെതിരായി നീന്തുന്ന ഒരു നീന്തലാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. അത്തരം കർമ്മങ്ങൾ അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ജീവിതത്തിൻ്റെ നമ്മുടെ നന്മയുടെ ഭാഗമാക്കേണ്ടവയാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഓരോ മനുഷ്യനും നാളെ അല്ലാഹു പുനർജന്മം നൽകുന്നത്, സജ്ജനങ്ങൾ ഒരു ഭാഗത്ത് കാണും, മുജ്രിമീങ്ങൾ ക്രിമിനൽസ് മറ്റൊരു ഭാഗത്തുണ്ടാകും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ക്രിമിനലുകളെ നിങ്ങൾ മാറി നിൽക്കണം എന്ന് അല്ലാഹു പറയും. സ്വാലിഹീങ്ങളുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ത്വാലിഹീങ്ങളുണ്ട്, ദുർജനങ്ങളുണ്ട്. ഒരു ഭാഗത്ത് സ്വാലിഹീങ്ങൾ, മറുഭാഗത്ത് ത്വാലിഹീങ്ങൾ. ഒരു ഭാഗത്ത് മുജ്രിമീങ്ങൾ, മറ്റൊരു ഭാഗത്ത് മുത്വഈൻ. എവിടെയാണ് നമ്മുടെ പുനർജന്മം നൽകപ്പെടുന്നത്? നമ്മൾ ഏത് ഗ്രൂപ്പിലേക്കാണ് അല്ലാഹു നമുക്ക് മെമ്പർഷിപ്പ് നൽകാന്നറിയോ? യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. അവസാന കാലം മരിക്കുന്ന സമയം നമ്മൾ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലാണ് അല്ലാഹു പുനർജന്മം നൽകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ കർമ്മങ്ങളെങ്കിലും സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്തു വെക്കണം. സ്ഥിരമായി ചെയ്യാൻ കഴിയും. വളരെ കുറച്ചു മതി. അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു വഇൻ ഖല്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ കർമ്മം സ്ഥിരമായി കൊണ്ടു നടക്കുന്ന, ചെറുതെങ്കിലും സ്ഥിരം ചെയ്യുന്ന ഒരു നന്മയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് 3 റക്അത്ത് വിത്ർ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ 1 റക്അത്ത് വിത്ർ അത് നിസ്കരിച്ചിട്ട് അങ്ങ് ഉറങ്ങാം. കുറേ ഖുർആൻ ഓതാൻ പറ്റിയിരിക്കണമെന്നില്ല, എന്നാൽ ഒരു അര പേജ് സ്ഥിരം ഓതുക, 1 പേജ്, 1 ജുസ്, എത്രയാണോ നമുക്ക് സ്ഥിരം കൊണ്ടു നടക്കാൻ കഴിയുന്നത്. ഇനി 3 ആയത്താണെങ്കിൽ അത് മതി. അത് നിങ്ങൾ സ്ഥിരം ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ്. രാത്രിയിൽ ചില വിർദുകൾ, ചില ഔറാദുകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറു സ്വബാഹി വൽ മസാ ഏതെങ്കിലും ഒന്ന് പതിവാക്കി വെക്കണം. അതെത്ര കുറവാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണ്. ഒരു ദിവസം കുറേ അങ്ങ് ചൊല്ലി, പിന്നെ 4 ദിവസത്തിന് 1 മാസത്തിന് ഒന്നും ചെയ്യുന്നില്ല. അതിനേക്കാളൊക്കെ എത്രയോ നല്ലത് വളരെ കുറച്ച് നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ ഇബ്നു ദാവൂദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാം നബിയാണ്, അതോടൊപ്പം തന്നെ രാജാവാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമാണ് ഉപ്പ. ദാവൂദ് നബിയും നബിയാണ്, രാജാധികാരവുമുണ്ട്. ഇപ്പോഴും ജൂതന്മാരൊക്കെ ദാവൂദ് നബിയെ കിങ് ഡേവിഡ് എന്നാണ് വിളിക്കുക. രാജാവായ ദാവൂദ്, കിങ് ഡേവിഡ്. ജെറൂസലേമിലൊക്കെ പോയ ആളുകൾ കാണാൻ പറ്റും, ഇവിടെ കിങ് ഡേവിഡ് സ്ട്രീറ്റുകൾ കാണാൻ പറ്റും. ദാവൂദ് നബിന്റെ പേരിലുള്ള, ദാവൂദ് നബി പ്രൊഫറ്റ് ഡേവിഡ് എന്നല്ല അവർ പറയാം, കിങ് ഡേവിഡ് എന്നാ പറയാ. അവരെങ്ങനെയാ മനസ്സിലാക്കിയത്? ദാവൂദ് നബി അള്ളാഹുവിന്റെ സബൂർ എന്ന കിതാബ് ലഭിച്ച അള്ളാഹുവിന്റെ റസൂലാണ്, നബിയാണ്. പക്ഷേ അവര് വിളിക്കുന്നത് കിങ്, രാജാവെന്നാണ്. രാജാധികാരമുണ്ടായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവരുടെ മോനാണ്. സമ്പത്തുണ്ടായതിനു ശേഷം ദാരിദ്ര്യമുണ്ടാകുന്നത് വളരെ മോശമാണ്, അല്ലേ? വലിയ പ്രയാസം ഉണ്ടാവും. ദാരിദ്ര്യം, സമ്പത്തുണ്ടായതിന്റെ ശേഷം ദാരിദ്ര്യമുണ്ടാവുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഒരാൾ നല്ലൊരു ജീവിത അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഗ്രാഫ് അങ്ങ് താഴുകയാണ്. മക്കളൊക്കെ റാഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ
പിന്നീട് അവരുടെ സ്കൂളിന് പോലും ഫീസ് അടക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുകയാണ്. മാ അഖ്ബഹൽ ഫഖറ ബഅദൽ ഗിന, സമ്പത്തുണ്ടായതിന്റെ ശേഷം ദാരിദ്ര്യത്തിലേക്ക് വരുന്നത് എത്ര മോശമാണ്. വഅഖ്ബഹൽ ഖതീഅ മഅൽ മസ്കന, ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ തെറ്റ് ചെയ്യുന്ന ആള് ദാരിദ്ര്യത്തിലാണ്, പക്ഷേ കള്ളുകുടിയ പരിപാടി, മയക്കുമരുന്നാണ് ജോലി, ആളുകളെ വഞ്ചിക്കലാണ്, നുണ പറയലാണ് ജോലി. എന്തൊരു മോശമാണല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാ, വഅഖ്ബഹു മിൻ ദാലിക കുല്ലിഹി, എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും മോശമായത് റജുലുൻ കാന ആബിദൻ ഫതറക ഇബാദത റബ്ബിഹി, എത്രയോ കാലം ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്ന ആളുകൾ, എത്രയോ കാലം ഇബാദത്തിന്റെ ആനന്ദം അറിഞ്ഞിരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ മുതിർന്നവർ, ഫതറക ഇബാദത റബ്ബി, പിന്നെ നിസ്കാരമില്ല, പിന്നെ മജ്ലിസുന്നൂറിലില്ല, സ്വലാത്ത് മജ്ലിസുകളില്ല, ദിക്റിന്റെ മജ്ലിസുകളിലില്ല. ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇബാദത്ത് നിർത്തിവെക്കലാണ് സമ്പത്തിന്റെ പിറകെ ദാരിദ്ര്യം വരുന്നതിനേക്കാൾ മോശം. ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യനത് നിർത്തിപ്പോവുക വലിയ പരീക്ഷണമാണ്. ഇടക്കെങ്ങാനും ഒരു മരണം വരികയാണെങ്കിൽ എത്ര ഭയാനകമാണ് മുഅ്മിനെ. അതുകൊണ്ട് നിങ്ങൾ മടുപ്പ് കാണിക്കരുതേ ആരാധനയുടെ വിഷയത്തിൽ, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ മടിവരല്ലേ. ഫവല്ലാഹി ലാ യമല്ലല്ലാഹു ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടി വരുന്നവരെ അള്ളാഹു മടി കാണിക്കുകയില്ല, അള്ളാഹു പ്രതിഫലം വാരിക്കോരി തരികയാണ്. നിങ്ങൾ മടി കാണിച്ചു നിന്നാൽ പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മടി വരും. നിങ്ങൾക്ക് മടി വരാതെ അള്ളാഹു മടി വരുന്നില്ല, റബ്ബിന് മടുപ്പ് വരുന്നില്ല. നിങ്ങളായിട്ട് മടുക്കരുത്. ഈ മടുപ്പ് വരുന്നത് അതൊരു വലിയ വിഷയമാണ്. ഇമാം സുബ്ഹാനി അവരുടെ തർഗീബിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ഒരു അഥർ പറയുന്നുണ്ട്, ലാ അമല്ലു സൗബി മാ വസിഅനി. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാ, ആഫ്രിക്കയിലേക്ക് ഇസ്ലാം കൊണ്ടുപോയ സ്വഹാബിയാണ്. ആഫ്രിക്കൻ വൻകരയിലേക്ക് നബിയുടെ ഹബീബിന്റെ ദഅവത്തുമായി കടന്നു ചെന്ന സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, മദീനത്തുൽ ഫുസ്താത്ത് ഉണ്ടാക്കിയ മഹാൻ. ഖൈറോവിൽ ഇന്നും ആ സ്വഹാബിയുടെ പേരിൽ മനോഹരമായൊരു മസ്ജിദുണ്ട്, മസ്ജിദ് അംറു ബിൻ ആസ്. അതിന്റെ പുനരുദ്ധാരണം നടന്ന് ഏകദേശം തീരാറായി. ഇമാം ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ പള്ളിയാണത്. അവിടെ ഒരു സാരിയ ഒരു പില്ലറുണ്ട്. അതിനടുത്ത് ഇമാം ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 മദ്ഹബ് അനുസരിച്ച് ഖുതുബ നിർവഹിച്ചിരുന്ന പള്ളിയാണ്. വലിയ വിശാലമായ മസ്ജിദാണ്. 4 മദ്ഹബ് അനുസരിച്ച് അവിടെ ഖുതുബ നടന്നിട്ടുണ്ടായിരുന്നു. 4 മിമ്പറുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രയും മനോഹരമായൊരു മസ്ജിദ് ഈ സ്വഹാബിയുടെ പേരിലുണ്ട്, അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയാണ്, എൻ്റെ വസ്ത്രം അത് എനിക്ക് ഉടുക്കാൻ കഴിയുന്ന സൗകര്യവും വിശാലതയും ഉണ്ടെങ്കിൽ എൻ്റെ വസ്ത്രം എനിക്ക് മടുക്കില്ല. ലാ അമല്ലു സൗബി മാ വസിഅനി, എനിക്ക് ഉടുക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഷർട്ട്, എൻ്റെ പർദ്ദ, എൻ്റെ വസ്ത്രം, എൻ്റെ ചുരിദാർ. ഒരു മനുഷ്യന്, ഒരു പെണ്ണിന്, ഒരാണിന് അവരുടെ വസ്ത്രം ഉടുക്കാൻ സൗകര്യമുണ്ടോ? ഇപ്പൊ തടി കൂടി, അപ്പൊ നിങ്ങൾ വളരെ ടൈറ്റായി പോകും, ഉടുക്കാൻ കഴിയില്ല. വസ്ത്രത്തിന് വിശാലതയുണ്ടോ? എൻ്റെ വസ്ത്രം എനിക്ക് മടുക്കില്ല. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, വലാ അമല്ലു സൗജതി മാ അഹ്സനത ഇശ്റതി, എൻ്റെ ഭാര്യയെ എനിക്ക് മടുക്കില്ല. മാ അഹ്സനത ഇശ്റതി, അവൾ എന്നോട് മാന്യമായി നല്ല നിലക്ക് പെരുമാറുന്ന കാലത്തോളം, എത്ര വർഷമായാലും എൻ്റെ ഭാര്യ എനിക്ക് മടുപ്പ് വരില്ല. എപ്പോഴാ ഭാര്യ മടുപ്പ് വരെന്നറിയോ? ഭർത്താവിനോട് അനാദരവിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, സ്നേഹമില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ, അത് ഒരു ദിവസം കേൾക്കുമ്പോൾ ക്ഷമിക്കും, 2 ദിവസം കേൾക്കുമ്പോൾ ക്ഷമിക്കും. അത് സ്ഥിരം പറയാൻ തുടങ്ങിയാൽ മടുപ്പ് വരും, പിന്നെ വീട്ടിലേക്ക് വരില്ല, പിന്നെ പാതിരാത്രിയിലേ വരുള്ളൂ, പിന്നെ അയാൾക്ക് വേറെന്തൊക്കെയോ ബന്ധമുണ്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങും. ചിലപ്പോൾ ഉണ്ടാവും ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നേ കാരണം എന്നറിയോ? സ്വഭാവം മോശമാകുമ്പോഴാണ്. എൻ്റെ ഭാര്യ എന്നോട് നന്നായി പെരുമാറുന്നുണ്ടോ, എനിക്കവളെ മടുക്കില്ലെന്ന് മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. കല്യാണം കഴിഞ്ഞാൽ ഒരു 10 വർഷമോ 15 വർഷത്തിൻ്റെയും ഇടയിലാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. അടുത്തൊരു 10 വർഷം കല്യാണം കഴിഞ്ഞ ഉടനെ നല്ല പോക്കായിരിക്കും, നല്ല ഉഷാറിലായിരിക്കും മുന്നോട്ട് പോവുക. 10 കൊല്ലമായി 15 കൊല്ലത്തിനിടക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം.
പരസ്പരം രണ്ടുപേർക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നത് ഇതൊക്കെ കണ്ടുവരുന്നത് ഈ 10-15 കൊല്ലങ്ങൾക്കിടയിലാണ്. അതിനിടയിലൊന്നും അത്ര പെട്ടെന്ന് കാണുന്നില്ല. കൂടുതലുള്ളത് അങ്ങനെയാണ്. എന്തേ കാരണം എന്നറിയോ? മാ അഹ്സനത് ഇശ്റതി, എന്നോട് മാന്യമായി നല്ല സ്വഭാവത്തിൽ എൻ്റെ ഭാര്യ പെരുമാറുന്നുവെങ്കിൽ എനിക്ക് മടുപ്പ് വരില്ല. ആ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ മടുപ്പ് വന്നേക്കാം. വലാ അമല്ലു ദാബതി മാ ഹമലത് റഹ്ലി, എൻ്റെ വാഹനം എന്നെ ചുമന്നു കൊണ്ടുപോകാൻ കഴിയുന്ന വിധമാണെങ്കിൽ എൻ്റെ വണ്ടിയും എനിക്ക് മടുക്കാറില്ല. പക്ഷേ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അത് ബ്രാൻഡ് ആവണം എന്നൊന്നുമില്ല. മാ വസിഅനി, അതെനിക്ക് ധരിക്കാൻ പാകത്തിലുള്ളതാണോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എൻ്റെ വസ്ത്രം മതി. പിന്നെ എൻ്റെ ഭാര്യ തന്നെ മതി എനിക്ക്, കാലാകാലങ്ങൾ എനിക്ക് വേറെ കല്യാണം കഴിക്കണ്ട. എന്തേ? അവൾ അത്രയും നല്ല സ്വഭാവത്തിലാണ് എന്നോട് പെരുമാറുന്നതെങ്കിൽ ഭർത്താവ് അങ്ങോട്ടും നല്ല നിലയ്ക്ക് പെരുമാറണം, വൺ സൈഡ് മാത്രമല്ല. പിന്നെ എൻ്റെ വാഹനം അത് മാറ്റേണ്ടതില്ല, അത് ഓടുന്നുണ്ടോ, യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടോ. പുതിയ പുതിയ ബ്രാൻഡുകളും പുതിയ പുതിയ മോഡലുകളും റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് കമ്പനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. അവർക്ക് പ്രോഫിറ്റ് വേണം, അവർക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് കൈമാറണം. അപ്പോഴേ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരിയാണ്. എൻ്റെ വാഹനം അത് ഓടുന്നുണ്ട്, അതിന് കുഴപ്പവുമില്ല, എങ്കിൽ എനിക്ക് എൻ്റെ വാഹനം മടുക്കില്ല. ഇന്നൽ മലാലത മിൻ സയ്യിഇൽ അഖ്ലാഖ്, മടുപ്പെന്ന് പറയുന്നത് മോശപ്പെട്ട സ്വഭാവമാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വസ്ത്രം, ഇതൊന്നും നിങ്ങൾക്ക് മടുക്കരുതേ. കാരണം മടുപ്പ് ഒരു മോശപ്പെട്ട സ്വഭാവമാണെന്ന് പഠിപ്പിച്ചത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നമ്മുടെ കാലഘട്ടത്തോട് നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുകയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മടുക്കരുത്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒട്ടും മടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ മലായികത്തുകൾ ഇഷ്ടപ്പെടുന്ന, അമ്പിയാക്കന്മാർ ഇഷ്ടപ്പെടുന്ന, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ് إلا من أمر بصدقة أو معروف أو إصلاح. മനുഷ്യരുടെ സംസാരങ്ങളിൽ അവരടക്കം പറയുന്ന, സ്വകാര്യം പറയുന്ന പല വിഷയത്തിലും ലാ ഖൈർ, ഒരു നന്മയുമില്ല. മനുഷ്യന്റെ സംസാരങ്ങളിൽ നന്മയുള്ളത് ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ്, ദാനം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾ പറയുന്നതോ എഴുതുന്നതോ മാത്രമാണ് ഖൈർ, അല്ലാത്തതൊന്നും ഖൈറല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. കുടുംബജീവിതങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, സംഘടനാ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല ആളുകളുടെയും വാക്കുകളാണ്, ഇടപെടലുകളാണ്, എഴുത്തുകളാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിനെ കാണണമെന്നും അന്ത്യനാളിന്റെ വിചാരണയുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ബഹുമാനിക്കണം. പിന്നെ പറഞ്ഞു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആളുകൾ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾ നന്മയെ പറയാവൂ. ഏത് പറയാൻ പാടുണ്ടോ അതേ എഴുതാനും പാടുള്ളൂ. നിങ്ങൾ നന്മയെ പറയാവൂ, നന്മയെ എഴുതാവൂ. ആ നന്മ നിങ്ങൾക്ക് എഴുതാനില്ലെങ്കിൽ, പറയാനില്ലെങ്കിൽ ഔലിയസ്കുത്, അല്ലെങ്കിൽ ഔലിയസ്മുത്, മൗനം പാലിക്കണം, പറയരുത്, മിണ്ടരുത്, നിങ്ങൾ മിണ്ടാതിരിക്കണം. അസ്സുംതു ഹിക്മത്തുൻ അയ്യു ഹിക്മ, മൗനം എന്നത് എത്ര നല്ല
എത്ര വലിയ സംസ്കാരമാണ്, എത്ര നല്ല യുക്തിബോധമാണ് മൗനം. അയ്യു ഹിക്മ, എന്തൊരു നല്ല സ്വഭാവ ഗുണമാണ് മൗനമെന്ന് പറയുന്നത്. വഖലീലുൻ ഫാഇലുഹു, അത് ചെയ്യുന്ന ആളുകൾ എത്ര കുറവാണ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നബിയാണോ എന്ന് പോലും ചരിത്രം സംശയിക്കുന്ന മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വറഹ്മഹുല്ലാഹു റഹ്മത്തൻ വാസിഅ, മഹാൻ പറയാണ്, മൗനം എന്നത് എത്രയും നല്ല യുക്തിചിന്തയാണ്, എത്രയും നല്ല അറിവ് മൗനമാണ്. ആ മൗനം ആവശ്യമുള്ളിടത്ത് മൗനം തന്നെ വേണം. മൗനം കൊണ്ട് ഒരു നഷ്ടവും ലോകത്ത് വരുന്നില്ല. എന്നാൽ പറയേണ്ടതല്ലാത്തതാണ് പറയുന്നതെങ്കിൽ, എഴുതുന്നത് ഖൈറല്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ വളരെ വലുതാണ്. സൂക്ഷിക്കണമേ. അസ്സുംതു സൈനുൽ ലിൽ ആലിം, പണ്ഡിതന്മാർക്ക് മൗനം അലങ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ഹദീസാണത്. അസ്സുംതു സൈനുൽ ലിൽ ആലിം, പണ്ഡിതന്മാർക്ക് അലങ്കാരമാണ്, ചമൽക്കാരമാണ് മൗനം. വസിത്റുൻ ലിൽ ജാഹിലി, വിവരമില്ലാത്ത ആളുകളുടെ അഭിമാനം കാക്കാൻ നല്ലതും അതുതന്നെയാണ്. ഇന്ന് ജാഹിലീങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ജാഹിലീങ്ങൾ മൗനം പാലിക്കുന്നില്ല. ആലിമീങ്ങൾ പറയുന്ന ശബ്ദവും അവർ ശ്രവിക്കുന്നുമില്ല. അത്ര വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും പരിശുദ്ധരായ ഹബീബും എന്താണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതില്ലയോ? ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിച്ചു അത്രേ, ദുല്ലനാ അലാ അമലിൻ നദ്ഖുലു ബിഹിൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു കർമ്മം ഈസ നബിയെ പഠിപ്പിച്ചു തരുമോ? ഈസാ നബി അലൈഹിസ്സലാം ജോർഡാനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ബത്ലഹേമിലാണ്, ഫലസ്തീനിലാണ് നബിയായി വന്നത്. മഹാനവറുകളുടെ ആ പ്രദേശം അറബിയും സുരിയാനിയും സംസാരിച്ചിരുന്ന കാലം. മഹാനവറുകളോട് ചോദിക്കുകയാണ്, ദുല്ലനാ അലാ അമലിൻ നദ്ഖുലു ബിഹിൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു കർമ്മം പഠിപ്പിക്കണേ. എന്താ പറഞ്ഞെടുത്തെന്നറിയോ? ലാ തൻതിഖൂ അബദാ, നിങ്ങൾ ഒരിക്കലും മിണ്ടരുത്. അവര് പറഞ്ഞു, ഈസ നബിയെ എങ്ങനെ മിണ്ടാതിരിക്കാനാണ്? മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ. അന്നേരം പറഞ്ഞു, ഫലാ തൻതിഖൂ ഇല്ലാ ബിഖൈരിൻ, നിങ്ങൾക്ക് മിണ്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ ഖൈറേ, അല്ലാഹു പൊരുത്തപ്പെടുന്നതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അതിൽ വ്യക്തി ആക്ഷേപങ്ങളാവരുത്, പരിഹാസങ്ങളാവരുത്, കുത്തുവാക്കുകളാകരുത്, സ്വന്തം മനസ്സിനുള്ളിൽ കിടക്കുന്ന ദേഷ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയലാവരുത്, വെറുപ്പിൻ്റെതാവരുത്, വെറുപ്പിക്കലിൻ്റെതാവരുത്. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, എഴുതാതിരിക്കണം, എങ്കിലേ സ്വർഗം ലഭിക്കൂ എന്ന് നബിയുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് മഹാനായ അല്ലാമ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി തആല അലൈഹി. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണത്രേ. സംസാരിക്കുന്നത് വെള്ളിയാണെങ്കിൽ, സിൽവർ ആണെങ്കിൽ മൗനം പാലിക്കുന്നത് അത് ഗോൾഡാണ്, സ്വർണമാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വചനങ്ങളിൽ കാണാൻ കഴിയും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ട് കത്തിയാളുന്ന തീജ്വാലകളെ അണക്കേണ്ടതുണ്ട്. എഴുതുകയും പറയുകയും ചെയ്യാൻ കഴിയുന്നവർ അവരവരുടെ വാക്കുകളും കഴിവുകളുമെല്ലാം സയ്യിദന്മാർ, ഉലമാ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ അടങ്ങുന്ന ഈ ഉമ്മത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ഘടകങ്ങളെയാണ് അവരെ ചുറ്റിപ്പിടഞ്ഞുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. അതിലെങ്ങാനും നമ്മൾ എഴുതുന്നതിൽ വ്യക്തിഹത്യയോ പരിഹാസ്യമോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ് പുറത്തെറിയലോ ആണ് അതിൻ്റെ അകത്തുള്ളതെങ്കിൽ, ആ എഴുത്തിൻ്റെ കഷ്ണം നിങ്ങൾ പരസ്യമായാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ
ആരൊക്കെ അത് വായിക്കുന്നുണ്ടോ, ആരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടോ, ആരുടെ കൺമുമ്പിലേക്ക് അത് എത്തുന്നുണ്ടോ, അത്തരം ആളുകളിലേക്ക് മുഴുവൻ നിങ്ങൾ വലിച്ചെറിയുന്ന മനസ്സിനുള്ളിൽ കിടക്കുന്ന വെറുപ്പിൻ്റെ വാക്കുകളുടെ ഭാരം, അതിൻ്റെ തെറ്റുകളുടെ ശിക്ഷയുടെ ഭാരം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എഴുതൽ രസമാണ്, പറയൽ രസമാണ്, താഴെ കമന്റുകളിട്ട് കാണുമ്പോൾ അതിലേറെ ആവേശമാണ്, ഷെയർ ചെയ്യപ്പെടുമ്പോൾ ചാടിക്കളിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. പക്ഷെ അറിയണമേ, കളി തീക്കളിയായി മാറിയാൽ സ്വന്തം ശരീരമാണ് തീജ്വാലകൾ പിടിച്ചു കയറുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണമേ. പണ്ഡിതന്മാരുടെ ഉലമാഇന്റെ അവരുടെ മാംസത്തിൽ വിഷമുണ്ട് എന്ന് മഹാന്മാർ പറയും. സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യനെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന പോലെയല്ല, ഒരു ആലിമായ മനുഷ്യനെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ പച്ചമാംസം തിന്നുക മാത്രമല്ല, ആ പച്ചമാംസത്തിൽ വിഷമുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. മൗനം സ്വർണമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാൻ, സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കശപിശയുണ്ടാകുമ്പോൾ, വർത്തമാനങ്ങൾ ചൂട് പിടിക്കുമ്പോൾ, അത് മക്കളെ ചൊല്ലിയാകാം, അവരുടെ സ്കൂളിനെ ചൊല്ലിയാകാം, മദ്രസയെ ചൊല്ലിയാകാം, വിവാഹത്തിന് പോകുന്നതിനെ കുറിച്ചാകാം, സദ്യ നടത്തി കൊടുക്കുന്നതിൻ്റെ പേരിലാകാം, വീട് പണിയെ കുറിച്ചാകാം, മക്കളുടെ കല്യാണത്തെ സംബന്ധിച്ചാകാം, എന്തോ ആകട്ടെ, ചൂടേറിയ വാക്കുകൾ വരാൻ തുടങ്ങിയാൽ അത് പിശാച് ഭാര്യ ഭർത്താക്കന്മാരുടെ ആ സംസാരങ്ങൾക്കിടയിൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പിശാച് ഇടപെടുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണമേ. ഒരു പിശാച് അവൻ്റെ ഏറ്റവും വലിയ കർമ്മം ചെയ്യുന്നത് ദേഷ്യം പിടിപ്പിച്ച് കയർത്ത് സംസാരിച്ച് ഭാര്യയോട്, ഭർത്താവ് നിന്നെ ഇനി ഒരിക്കലും എനിക്ക് വേണ്ട, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഒരു വാക്ക് പറയുന്നത് വരെ പിശാച് അവരുടെ പിന്നാലെ കൂടുകയും അവരെങ്ങാനും ജീവിതത്തിൽ നിന്ന് വേർപെടുകയാണെങ്കിൽ, വിവാഹബന്ധത്തിൽ നിന്ന് വേർപെടുകയാണെങ്കിൽ ആ പിശാചിന് കിരീടം നൽകി ഇബ്ലീസ് ആദരിക്കുന്നു എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ടാളും മൗനം പാലിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ രണ്ടിൽ ഒരാളെങ്കിലും വർത്തമാനം പിന്നെ പറയരുത്. ദേഷ്യം പിടിച്ചു തുടങ്ങിയാൽ അതിൻ്റെ ഏറ്റവും നല്ല പരിഹാരം മൗനമാണ്. വസ്സുംതു ഖൈർ. അതിനാണ് ഹിൽമ് എന്ന് പറയുന്നത്. ഹിൽമ് എന്നത് വിശാലമായൊരു സ്വഭാവ ഗുണമാണ്, അത് സഹനശക്തിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ പ്രഗൽഭനായ ആലിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉൻറുൂ ഇലാ ഹിൽമി റജുൽ ഇൻദ ഗളബിഹി. ഒരു മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ആ മനുഷ്യന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണമേ. നിങ്ങളെപ്പറ്റി ആക്ഷേപങ്ങൾ വരുമ്പോൾ, ആളുകൾ വെറുതെ തെറി പറയുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നവരാണ് എന്ന് നിങ്ങൾ നോക്കണേ. ഒരു മനുഷ്യൻ്റെ മൂല്യം അളക്കപ്പെടുന്നത് അയാളുടെ ക്ഷമ നോക്കിയിട്ടാണ് എന്നല്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വണ്ണത്തിലല്ല. ഫസ്റ്റ് റാങ്ക് പാസ്സായിട്ടുണ്ടോ എന്നതിവിടെ വിഷയമല്ല. കോളേജിൽ വിജയിച്ചിരിക്കാം, പക്ഷേ ജീവിതത്തിൽ പരാജയമാകും. സ്കൂളിൽ നല്ല റാങ്ക് ഹോൾഡറാണ്, പക്ഷേ ജീവിതത്തിൽ പച്ച പരാജയമാണ്. ജീവിതത്തിൽ വിജയിക്കണമോ, ദേഷ്യം പിടിപ്പിക്കപ്പെടുന്ന നേരത്ത് ഒരു മനുഷ്യന്റെ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സഹനശക്തി എത്രയുണ്ട് എന്ന് നിങ്ങൾ നോക്കണമേ. വഇലാ അമാനതിഹി ഇൻദ തമഇഹി. കാശിന് ആവശ്യമുള്ള നേരത്ത്, പൈസ ആവശ്യമായ നേരത്ത്, കാശിന് ആവശ്യമുള്ള ദാരിദ്ര്യമുള്ള നേരത്ത് കൈകളിലേക്ക് പൈസ വന്നാൽ ആ പൈസ സത്യസന്ധമായി സൂക്ഷിക്കുന്നുണ്ടോ? മറ്റൊരാളിനോട് കടം വാങ്ങിച്ചാൽ ആ കടം തിരിച്ചു കൊടുക്കുന്നുണ്ടോ? വായ്പ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഷോപ്പിൽ കാഷ്യറായിട്ട് ജോലിക്ക് നിർത്തിയാൽ ആ ക്യാഷ് സത്യസന്ധതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? കള്ളബില്ലുകൾ ഉണ്ടാക്കാതെ
പർച്ചേസുകളിൽ കളവ് നടത്താതെ തന്നെ ജോലി ഏൽപ്പിച്ച എംപ്ലോയറോട്, മുതലാളിയോട് അമാനത്ത് കാണിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെയാണ് ഒരാൾ വിജയിക്കുന്നത്. എന്നല്ലാതെ നിങ്ങളുടെ നിസ്കാര തഴമ്പിന്റെ വണ്ണത്തിലല്ല, നിങ്ങൾ നോമ്പ് നോറ്റ് മെലിഞ്ഞിട്ടുണ്ടോ എന്നതുമല്ല നിങ്ങൾ അളക്കപ്പെടുന്ന അളവുകോൽ. പിന്നെയോ ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കാനുള്ള നിങ്ങളുടെ കഴിവെത്രയാണ്? സമ്പത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കെ നിങ്ങളുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന സമ്പത്തിൽ നിങ്ങൾ എത്രത്തോളമാണ് സത്യസന്ധത കാണിക്കുന്നത് എന്നുമാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, വമാ ഇൽമുക ബിഹിൽമിഹി ഇല്ലം യഗ്ളബ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചില്ല എങ്കിൽ അയാൾക്ക് ക്ഷമയുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്കറിയാനാണ്? വമാ ഇൽമുക ബിഅമാനതിഹി ഇല്ലം യത്മഅ. ഒരു മനുഷ്യന് സമ്പത്തിന്റെ ആർത്തിയുണ്ടോ എന്ന് കയ്യിൽ കാശ് കൊടുക്കുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. അത് കൊടുക്കാത്ത കാലത്തോളം ആർത്തിയുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാനാണ്? എന്നിട്ട് മഹാൻ പറയുന്നു, വലാ യുഅ്ജിബന്നകും സാഹിബുക്കും. നിങ്ങൾ ഒരാളെ പറ്റിയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരാളെയും നിങ്ങൾ പൊക്കി പറയേണ്ടതില്ല. ഒരു മനുഷ്യനും നിങ്ങൾ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദരിക്കേണ്ടതില്ല. ഹത്താ തൻദുറൂ ഇലാ അലാ അയ്യി ശിഖൈഹി യഖഉ. മരിച്ചു വീഴുമ്പോൾ ആ മനുഷ്യൻ മരിച്ചു വീഴുന്നത് നന്മയിലാണോ തിന്മയിലാണോ അത് കണ്ണുകൊണ്ട് അനുഭവിക്കുന്നത് വരെ, അതറിയുന്നത് വരെ നിങ്ങൾ ആരെയും വാനോളം പുകഴ്ത്തണ്ട. കാരണം ആ മനുഷ്യന്റെ അവസാനം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഖൈറിന്റെയും ഷർറിന്റെയും ഭാഗങ്ങളെ അള്ളാഹു വേർതിരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അതല്ലെങ്കിൽ ആ മനുഷ്യനിൽ വിശ്വസ്തതയുണ്ടോ ക്ഷമയുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം. ഇത് രണ്ടുമില്ലെങ്കിൽ മരണം വരെ കാത്തിരിക്കണം. നിങ്ങൾ ഒരാളെയും പൊക്കിപ്പറയേണ്ടതില്ല. എങ്ങനെയാണ് മരിച്ചു വീഴുന്നത് എന്ന് കാണാതെ എന്ന് പറഞ്ഞത് ഹബീബിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക വലാ തഖുൻ മൻ ഖാനക. നമ്മുടെ ഹബീബ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ നിങ്ങളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചത് അത് നിങ്ങൾ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യണമേ. പൊതു ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ, മഹല്ലിൻ്റെയും പള്ളിയുടെയും മദ്രസയുടെയും സംഘടനകളുടെയും ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർ, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ഒരു മഹിതമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വഞ്ചന ചെയ്യരുതേ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഉപയോഗിക്കരുതേ. ഒരാൾക്ക് വായ്പ പോലും ഈ ഉമ്മത്തിന്റെ മഹല്ലിന്റെ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ പാടുള്ളതല്ല. നാളെ തരാം, നാളെ തിരിച്ചേൽപ്പിക്കാം, ഇന്നത്തെ ഒരു രാത്രി എനിക്കൊരു ഫണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് ട്രഷററോ സെക്രട്ടറിയോ പ്രസിഡന്റോ വന്ന് ചോദിച്ചാൽ പോലും ഒരു മഹല്ലിൻ്റേത് പൊതു സ്വത്തിൻ്റേത് കൊടുക്കാൻ പാടില്ലെന്നാണ്. എന്തുകൊണ്ട്? അതൊരു അമാനത്താണ്. ഈ വാങ്ങിച്ചു പോയ മനുഷ്യൻ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാം. പക്ഷേ ഈ സമ്പത്ത് പള്ളിക്ക് വേണ്ടി നൽകപ്പെട്ടത് അത് തിരുമറിക്ക് കൊടുക്കാനുള്ളതല്ല, പാടില്ലെന്നാണ്. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക വലാ തഖുൻ മൻ ഖാനക. നിന്നെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വഞ്ചിച്ചവരോട് തിരിച്ചു വഞ്ചിക്കരുതേ. അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മഹിതമായ സംസ്കാരമാണ് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചവർക്ക് ആ വിശ്വസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ വഞ്ചിച്ചവനെ നിങ്ങൾ വഞ്ചിക്കരുത്. പകരം കൊടുക്കുക എന്ന് പറയില്ലേ, പ്രതികാരം ചെയ്യുക എന്നത്. നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ അങ്ങോട്ട് വഞ്ചിക്കാൻ പോവേണ്ട. അത് അല്ലാഹു ചെയ്തേക്കും, അത് അല്ലാഹു കൊടുത്തേക്കും. ലാ തഖുൻ മൻ ഖാനക. ഇങ്ങനെ ഉത്തമമായ സംസ്കാരത്തിലൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. മഹിതമായ സ്വഭാവ ഗുണങ്ങളാണ് അല്ലാഹും അവന്റെ മലക്കുകളും മുഅ്മിനീങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി
യർഹമുകും മൻ ഫിസ്സമാ. ക്രൂരതയുടെ വാക്കുകൾ പറയപ്പെടുന്ന കാലം, വീടുകളിൽ അമ്മായിമ്മമാർ സ്വന്തം മകന്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്ന കാലം, അവളെ അന്യവൽക്കരിക്കുന്ന കാലം, ആ പെണ്ണാണെങ്കിലോ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയെ ഒരന്യ പെണ്ണിനെ കാണുന്ന പോലെ കാണുന്ന കാലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് ഓർക്കേണമേ, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ കരുണ ചെയ്യുന്നുണ്ടോ? ആളുകളെ, ഒരാളെയും വേദനിപ്പിക്കാത്ത വാക്കുകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അല്ലാഹുവിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ മക്കൾക്കോ മരുമക്കൾക്കോ കൊടുക്കാത്ത സ്നേഹം റോഡിലൂടെ പോകുന്ന നായക്കോ പൂച്ചക്കോ കൊടുക്കുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അതർഹിക്കുന്നത് മനുഷ്യരല്ലേ ആദ്യം, പിന്നെയാണ് മറ്റു ജീവികൾ. സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണമത്, സ്വന്തം അടുക്കളയിൽ നിന്ന് തുടങ്ങണമത്, നമ്മുടെ വീടിൻ്റെ വരാന്തകളിൽ നിന്ന് തുടങ്ങണം കരുണയുടെ പാഠങ്ങൾ. നിങ്ങൾ കരുണ ചെയ്യണേ. വേദനിപ്പിക്കുന്ന, മുറിവാക്കുന്ന, കുപ്പിച്ചില്ല് പോലെ തറച്ചു കയറുന്ന വാക്കുകൾ നിങ്ങൾ ആരോടും പറയല്ലേ. നിങ്ങൾ മാന്യമായി പെരുമാറണമേ, എങ്കിൽ അല്ലാഹു നിങ്ങളോട് മാന്യമായി പെരുമാറുമെന്ന് മാത്രമല്ല റഹ്മത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. മനുഷ്യരാരാണ് കുറ്റവും കുറവുമില്ലാത്തവർ? ആർക്കാണ് ന്യൂനതയില്ലാത്തത്? മനുഷ്യരൊക്കെ ന്യൂനതയുള്ളവരാണ്. അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ് എന്ന് പറയും. എന്നാലും തെറ്റുകൾ സംഭവിക്കില്ല എന്നതിനർത്ഥമില്ല. തെറ്റു സംഭവിക്കാം. നമ്മൾ എടുക്കുന്ന നമ്മുടെ വീക്ഷണങ്ങളിൽ തെറ്റുപറ്റാം. മനുഷ്യർക്ക് തെറ്റുപറ്റും, മനുഷ്യരാണ്. അതുകൊണ്ട് തെറ്റുകളെ വിമർശിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല തിരുത്തേണ്ടത്. അദ്ദീനു വന്നസീഹ. ദീനെന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ആരും തകരണം, തളരണം എന്നൊരു മുസ്ലിമും ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ലിമൻ, നബിയെ ഞങ്ങൾ ആർക്കൊക്കെയാണ് ഗുണം കാക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ലില്ലാഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വലി ആമ്മതിഹിം. മുസ്ലിമീങ്ങളിലെ ഇമാമുമാരോട്, ആലിമീങ്ങളോട്, ഭരണാധികാരികളോട്, സാധാരണക്കാരോട്, അള്ളാഹുവിനും റസൂലിനും അടക്കം ഗുണകാംക്ഷയാണ് വേണ്ടത്. അതാണ് ഇസ്ലാം. ഓരോ ദീനിനും ഒരു സ്വഭാവമുണ്ട് എങ്കിൽ എൻ്റെ ദീനിൻ്റെ സ്വഭാവം ഗുണകാംക്ഷയാണ്, വെൽവിഷിംഗ് ആണ്, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾക്ക് തൊട്ട് മുമ്പിൽ വന്ന നബിയാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി അന്ത്യപ്രവാചകർ വരുന്നു എന്ന് ലോകത്തോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന, സുവിശേഷം അറിയിക്കാൻ വന്ന പ്രവാചകർ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാനവറുകൾ ചോദിക്കുകയാണ്, ജനങ്ങളെ, നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് എന്ന് സങ്കല്പിക്കുക. അതിനിടയ്ക്ക് കാറ്റടിച്ചപ്പോൾ ആ മനുഷ്യന്റെ വസ്ത്രം ഔറത്ത് കാണപ്പെടുന്ന വിധം ശരീരത്തിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അവരൊക്കെ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനല്ലേ, അയാളുടെ ഔറത്ത് വെളിവായാൽ ആ വസ്ത്രം ഞങ്ങൾ മറച്ചു കൊടുക്കും. മഹാൻ പറഞ്ഞു, ലാ, നിങ്ങൾ അതല്ലല്ലോ ചെയ്യുന്നത്. ആ മനുഷ്യന്റെ ഔറത്ത് നിങ്ങൾ തുറന്നു വെക്കല്ലേ ചെയ്യുന്നത്. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നബിയേ, ഈസ നബിയേ, ഞങ്ങളത് ചെയ്യുമോ? ബൽ നറുദ്ദു അലൈഹി, ആ മനുഷ്യന്റെ വസ്ത്രം ഞങ്ങൾ മൂടിക്കൊടുക്കും. മഹാനായ ഈസ നബി പറഞ്ഞു, ലാ ബൽ തക്ഷിഫൂന മാ ബഖിയ, അവിടെ കാണാനുള്ള ബാക്കിയുള്ളതും നിങ്ങൾ തുറന്ന് കാണിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ഒരു മനുഷ്യന്റെ ന്യൂനത നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ആ ന്യൂനത മറച്ചു വെക്കേണ്ടവരാണ് നമ്മൾ. ഒരു മനുഷ്യനെ തിന്മയിലേക്ക് വിടാനല്ലാതെ തിന്മ ചെയ്യുന്ന ആളുകളെ നേരിട്ട് കണ്ട് അവരോട് സാരോപദേശം ചെയ്യണം.
പരസ്യമായി തിന്മ ചെയ്യുന്നവരെ നിങ്ങൾക്ക് പരസ്യമായിട്ടേ ഉപദേശിക്കാൻ വഴിയുള്ളൂ എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ സ്വകാര്യമായിട്ടാണ് ഉപദേശിക്കേണ്ടത്. ആ ഉപദേശം ഫലവത്തായില്ലെങ്കിൽ, ജനങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ പരസ്യമായിട്ടാവാം സാരോപദേശം, അല്ലെങ്കിൽ 1-to-1 ആയിട്ടാണത് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ഔറത്ത് കാണുമ്പോൾ മറച്ചു വെക്കേണ്ടതിന് പകരം ബാക്കിയുള്ളതും തുറന്നു കാണിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് ഒരു സിമിലിയാണ്, ഒരു ഉദാഹരണമാണ്. ഒരു മനുഷ്യൻ്റെ ന്യൂനതയോ മനുഷ്യൻ്റെ ഏതെങ്കിലും തെറ്റുകളോ നിങ്ങൾ അറിയാൻ ഇടവരുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കി സെലിബ്രേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? നിങ്ങൾ മറച്ചു വെക്കാറുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കുറ്റമോ കുറവോ നിങ്ങൾ മറച്ചു വെച്ചാൽ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ തിന്മകളെ, നിങ്ങളുടെ കുഴപ്പങ്ങൾ അല്ലാഹു മറച്ചു വെക്കും. പരസ്യമായി മനഃപൂർവ്വം ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ പരസ്യമായി തിരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യനെന്ന നിലയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന തെറ്റുകളെ, ആ തെറ്റുകളെ പരസ്യമായി വിമർശിക്കുകയോ പരസ്യമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് ദീനിൻ്റെ സ്വഭാവമല്ല. അത് ചെയ്യാൻ പാടുള്ളതുമല്ല. അത് ചെയ്യേണ്ടത് സ്വകാര്യമായ തിരുത്തുകളാണ് ചെയ്യേണ്ടത്. ആ തിരുത്തലുകളിൽ പോലും നസീഹത്ത് വേണം, ഗുണകാംക്ഷ വേണം. ഒരാൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ ഉമ്മത്തിനെ ഒന്നാകെ സ്നേഹത്തിൻ്റെ കയറിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ കാലിടറി വീഴുമ്പോൾ അയാളെ കൈപിടിച്ച് കയറ്റുകയല്ലേ ചെയ്യേണ്ടത്? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീനയുടെ ഒരു മൂലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറേ ആളുകൾ ചേർന്ന് ഒരാളെ അടിക്കുകയാണ്, പ്രഹരിക്കുകയാണ്, ദേഹോപദ്രവം ചെയ്യുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, അയാൾ കള്ളു കുടിച്ചതാണ്, മദ്യപിച്ചതാണ്, അതിന് ജനങ്ങൾ കൈകാര്യം ചെയ്യാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഊ, ആ മനുഷ്യനെ ഒന്ന് വിട്ടേക്ക് നിങ്ങളൊക്കെ. എല്ലാവരും മാറി നിന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജനങ്ങളെ നിങ്ങളോട്. ആരായി ചോദിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ. ഹബീബായ നബി തങ്ങൾ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ. തബൂക്കിലേക്കുള്ള ദീർഘമായ യാത്രയിൽ ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് വേണ്ടി ഹബീബിന്റെ സൈന്യം കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മഹാനായ മനുഷ്യന് മാത്രമാണ്, സ്വഹാബിയായ അബൂദർ തങ്ങൾക്ക്. അത്രമേൽ ഹബീബ് സ്വീകരിച്ച, നബിതങ്ങൾ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ജനങ്ങൾ ഒരു മനുഷ്യനെ അടിക്കുകയും പ്രഹരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കാലിടറി തെന്നി വീണാൽ നിങ്ങൾ ആ മനുഷ്യന്റെ ദേഹത്തേക്ക് മണ്ണിട്ട് മൂടുകയാണോ ചെയ്യുന്നത്? അതല്ല ആ മനുഷ്യനെ കൈപിടിച്ച് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമോ? അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ അയാളെ രക്ഷപ്പെടുത്തും. എന്നാൽ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ മദ്യപിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു, അവനൊരു തിന്മയുടെ കുഴിയിലാണ് വീണിരിക്കുന്നത്. ആ മനുഷ്യനെ നിങ്ങൾ കൊന്നുകളയുകയാണോ ചെയ്യേണ്ടത്? അതല്ല, അയാളെ കൈപിടിച്ച് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അള്ളാഹുലേക്ക് കൈകാലുകളും മനസ്സും കഴുകി റബ്ബിലേക്ക് തിരിച്ചു വരാനുള്ള സാരോപദേശമല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത്? അത് നിങ്ങൾ നൽകിയോ? ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ? തിന്മ സംഭവിക്കുന്നത് ഒരു പടുകുഴിയിലേക്ക് ഒരു മനുഷ്യൻ വീഴുന്ന പോലെയാണ്. നിങ്ങൾ കൈകൊടുത്ത് പിടിച്ചു കയറ്റുന്ന പോലെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സാരോപദേശം നൽകി ശുദ്ധീകരിക്കാറുണ്ടോ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് അവിടെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം, ഇതാണ് മുസ്ലിമിൻ്റെ സ്വഭാവം. മൻ ഖളാ ലി അഖീഹി ഹാജതൻ കാന ബിമൻസിലതി മൻ ഖദമല്ലാഹ ഉംറഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ലഭിക്കാൻ കാരണമായ മറ്റൊരു അമല്, മൻ ഖളാ ലി അഖീഹി ഹാജതൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു
പ്രയാസമുണ്ടാകുമ്പോൾ, ഒരാവശ്യമുണ്ടായപ്പോൾ ആ ആവശ്യം നിങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ കൂട്ടുകാരിക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നപ്പോൾ നിങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് അവളെ സഹായിച്ചാൽ, കാന ബിമൻസിലതി മൻ ഖദമല്ലാഹു ഉംറഹ്, ജീവിതകാലം മുഴുവനും അല്ലാഹുവിന് ഖിദ്മത്ത് ചെയ്തവരെ പോലെയാണ് അവരെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി താരീഖുൽ കബീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി. കാന ബിമൻസിലതി മൻ ഖദമല്ലാഹു ഉംറഹ്, ജീവിതകാലം ഒരു ആലിമിന് ഖിദ്മത്ത് എടുത്ത പോലെ എന്നല്ല പറഞ്ഞത്, ഒരു സയ്യിദിന് ഖിദ്മത്ത് ചെയ്ത പോലെ എന്നല്ല, പിന്നെയോ അല്ലാഹു ഖിദ്മത്ത് എടുത്ത പോലെ. ആര്? ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുത്തു, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, എല്ലാവരും ഒന്ന് കൈപിടിച്ച് അയാളെ സഹായിച്ചു. നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹു ഖിദ്മത്ത് ചെയ്യുന്നതിന് തുല്യമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ് ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. നമ്മൾ പറയുന്ന വാക്കുകളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ ഒന്ന് നന്മ പറയലാണ്, മറ്റൊന്ന് ദാനം ചെയ്യണം. ജനങ്ങളെ നിങ്ങൾ സഹായിക്കണം, പരസ്പരം ദീനിന് സംഭാവന ചെയ്യണം എന്ന് പറയുന്നത് പോലെ. പിന്നെ പറഞ്ഞു അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾ തമ്മിലടിക്കുമ്പോൾ മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുന്നത്. ഇത് മാത്രമേ അല്ലാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണ് രണ്ടു കൂട്ടരും, അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണമേ എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. അഫ്ളലുസ് സ്വദഖ, നിങ്ങൾ ചെയ്യുന്ന പൈസ, നിങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദാനം ഇസ്ലാഹു ദാത്തിൽ ബൈൻ, നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്കൊന്ന് എഴുന്നേറ്റിരുന്നിരിക്കാല്ലേ. നല്ല ചൂടുണ്ടല്ലേ നിങ്ങൾക്കൊക്കെ? ചൂട് കണ്ട? ഫാനൊന്നും കാണുന്നില്ലല്ലോ. കുടിക്കാൻ വെള്ളം നമ്മുടെ സംഘാടകർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിതരണം ചെയ്ത് കൊടുക്കുകയും, കുട്ടികളും പെണ്ണുങ്ങളും മക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ. ഇന്നത് ഇല്ലെങ്കിൽ വിഷമിക്കും വേണ്ട, നാളത്തേക്കെങ്കിലും എന്ത് ചെയ്യണം, കരുതണം. നാളെ സിറാജുദ്ദീൻ ഖാസിമി അവറുകൾ സംസാരിക്കുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ആമീൻ. 3 സ്വലാത്ത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. സമയം വൈകില്ല, 1 മണിക്കൂറിനകം നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا. സൂറത്തുൽ കഹ്ഫാണ് വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്, നബിയേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. സുബ്ഹി നിസ്കാരത്തിനും മഗ്രിബിനും പള്ളിയിൽ അങ്ങ് കാണുന്ന പാവപ്പെട്ട മിസ്കീനുമാർ, രാവിലെയും വൈകുന്നേരങ്ങളിലും അല്ലാഹുവിൻ്റെ പ്രാർത്ഥനയിൽ കഴിയുന്ന പാവങ്ങളായ പൈസ കയ്യിലില്ലാത്ത മിസ്കീന്മാരായ ആളുകൾ,
യുരീദൂന വജ്ഹ, അല്ലാഹുവിനെ മാത്രമാണ് അവർ ലക്ഷ്യീകരിക്കുന്നത്. അവർക്ക് ഭക്ഷണം വേണ്ട, അതിനല്ല അവർ ഇബാദത്തിന് വരുന്നത്. അവർ മജ്ലിസിന് വരുന്നത് ഭക്ഷണം കിട്ടാനല്ല. ഭക്ഷണം അവിടെ ഉണ്ട്, അവർ വാങ്ങിച്ചു പോയിക്കോട്ടെ. അവർ വരുന്നതിൻ്റെ ലക്ഷ്യം അല്ലാഹുവിലേക്ക് അടുക്കണം, അല്ലാഹുവിൻ്റെ പ്രീതി വേണം എന്നാണ്. അങ്ങനെ ജീവിക്കുന്ന പാവങ്ങളുടെ കൂടെ നബിയെ അങ്ങ് ക്ഷമിച്ചു കഴിയണമേ. മിസ്കീന്മാരായ ആളുകളെ ചേർത്ത് പിടിക്കണേ എന്ന് പുന്നാര നബിയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അത് ആലിമീങ്ങളോടുള്ള നിർദ്ദേശമാണ്, പണ്ഡിതന്മാരോടുള്ള നിർദ്ദേശമാണ്. പ്രവാചകന്മാർ ചെയ്ത ദൗത്യം പിന്നീട് ചെയ്യുന്നത് പണ്ഡിതന്മാരാണ്. അവർ മിസ്കീന്മാരായ ആളുകളെ ചേർത്ത് പിടിക്കണം, മിസ്കീന്മാരെ സ്നേഹിക്കണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ഭൗതികമായ ലോകത്തിൻ്റെ അലങ്കാരവും ചമൽക്കാരവും കണ്ണിൽ കണ്ട് ആ പാവങ്ങളെ വകഞ്ഞുമാറ്റി മുതലാളിമാരിലേക്ക് കണ്ണുകൾ പോകരുതേ നബിയെ. അങ്ങ് പാവപ്പെട്ടവരെ കണ്ടില്ല എന്ന് നടിക്കരുതേ, മിസ്കീന്മാരെ കൂടെ നിർത്തേണമേ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ വന്നു, ഒരുപാട് മിസ്കീന്മാർ. അതാ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഉനാസും മിൻ ളഅഫത്തിൽ മുസ്ലിമീൻ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ നമ്മൾ മറക്കില്ല. ചക്രവർത്തി പെരുമാൾ, ചേരമാൻ പെരുമാൾ ചക്രവർത്തി എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ചക്രവർത്തി പെരുമാൾ അല്ലാഹുവിൻ്റെ റസൂലിനെ ചെന്ന് കാണുകയും താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് സ്വഹാബിയായി മാറിയിട്ടുണ്ട് എന്ന നമ്മുടെ കേരളീയനായ ഒരു രാജാവ് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മദീനയിൽ ചെന്ന് കണ്ട് അല്ലെങ്കിൽ മക്കയിൽ ചെന്ന് കണ്ട് ഇസ്ലാം സ്വീകരിച്ച ആ ഒരു സംഭവം വിവരിച്ചു തന്ന സ്വഹാബിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ആ ഹദീസിൻ്റെ റാവി മഹാനാണ്. അബൂ സഈദ് തങ്ങൾ പറയുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളായ പാവപ്പെട്ട മിസ്കീന്മാർ ഒരിടത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് നബി തങ്ങൾ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ യഖറഉ അലൈനൽ ഖുർആൻ, ഞങ്ങൾക്കവിടെ ഒരാൾ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. വയദുഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഒരു ഖാരി, ഒരു ഉസ്താദ്. ഞങ്ങൾ മിസ്കീന്മാരിങ്ങനെ കൂടിയിരിക്കുന്നു, ഒരു ഉസ്താദ് ഖുർആൻ ഓതുന്നുണ്ട്. ഖുർആൻ ഓതി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കൂട്ടമായ പ്രാർത്ഥന. ഒരു ഖുർആനിൻ്റെ മജ്ലിസിൽ, ഖുർആൻ ഓതുന്ന മജ്ലിസ്, ദിക്റിൻ്റെ മജ്ലിസ്, അവിടെ പ്രാർത്ഥിക്കുക, അവിടെ ചെയ്യുന്ന ദുആഇന് ഉത്തരമുണ്ട് എന്ന് പഠിക്കാൻ ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത്? ഇമാം ബൈഹഖി ദലായിലുൻ നുബുവയിൽ, ഇമാം അബൂ ദാവൂദ് തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതി തരുന്നു, വയദുഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ മിസ്കീന്മാരാണ്, ഖുർആൻ ഇങ്ങനെ ഓതും, അത് കഴിഞ്ഞാൽ ദുആ ഇരക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മതി മൻ ഉമിർതു അൻ അസ്ബിറ നഫ്സി മഅഹും. അല്ലാഹു എന്നോട് ക്ഷമയോടെ നബിയെ അങ്ങ് കൂടെ നിർത്തേണമേ എന്ന് ആരെ പറ്റിയാണോ എന്നോട് പറഞ്ഞത്, ആ മിസ്കീന്മാരായ ആളുകളെ എൻ്റെ ഉമ്മത്തിൽ തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി റബ്ബേ, നിനക്ക് സ്തുതി അല്ലാഹ്. മിസ്കീന്മാരുണ്ടല്ലോ, മിസ്കീന്മാരുടെ കൂടെ നിൽക്കണേ നബിയെ എന്ന് അല്ലാഹു എന്നോട് നിർദ്ദേശിച്ച പാവങ്ങളാണല്ലോ ഈ സദസ്സിലുള്ളത്, മിസ്കീന്മാർ. എന്നിട്ട് പറഞ്ഞു, ബശ്ശിർ ഫുഖറാ അൽ മുഅ്മിനീന ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. മിസ്കീന്മാരായ പാവപ്പെട്ടവർ അവരാരും ദാരിദ്ര്യം ചൂഷണം ചെയ്യുന്നവരല്ല, ദാരിദ്ര്യം യാചനക്കുള്ള വഴിയായി സ്വീകരിക്കുന്നവരല്ല. അവർ മുതലാളിമാരെ പോലെ അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ്, അവരെ യാചിക്കാൻ പോകുന്നവരല്ല. അവരുടെ മനസ്സിലുള്ള സ്നേഹം അല്ലാഹുവിനോടാണ്, അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, പക്ഷേ കയ്യിൽ കാശില്ലാത്തവരാണ്. അത്തരം ആളുകൾക്ക് നാളെ അല്ലാഹു മുഖത്ത് പ്രകാശം നൽകുമെന്നും അവരുടെ ചുറ്റുവട്ടത്തിലും പ്രകാശമായിരിക്കുമെന്നും, അതുമാത്രമല്ല മുതലാളിമാർ സ്വർഗത്തിൽ കടക്കുന്നതിൻ്റെ 1/2 ദിവസം മുമ്പ്, അതായത് 500 കൊല്ലം മുമ്പ്
സ്വർഗലോകത്തെ ഒരു ദിവസം ഭൂമിയിലെ 1000 വർഷമാണ് എന്ന് വിശുദ്ധ ഖുർആനിലുമുണ്ട്. അങ്ങനെ അര ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മിസ്കീന്മാർ സ്വർഗത്തിലേക്ക് കടന്നിട്ടുണ്ടാകും. ഹൗലാഇ ഫിൽ ജന്നതി യതനഅമൂൻ. ഈ മിസ്കീന്മാർ സ്വർഗത്തിൻ്റെ ആനന്ദങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഹൗലാഇ യുഹാസബൂൻ, മുതലാളിമാർ ഹിസാബിലായിരിക്കും. അപ്പോഴും വിചാരണ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സമ്പാദിച്ചു കൂട്ടിയത് എവിടെ നിന്ന് കിട്ടി, എവിടെയാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹു അവരോട് ചോദ്യം ചെയ്യുന്ന വിചാരണയിലായിരിക്കും മുതലാളിമാർ. അപ്പോഴേക്കും മിസ്കീന്മാർ, പാവപ്പെട്ടവർ സ്വർഗത്തിലേക്ക് കടന്നിട്ടുണ്ടാകും. അങ്ങനത്തെ ആളുകളെ എനിക്കിഷ്ടമാണ്, ഫഖറാ മിസ്കീന്മാരെ എനിക്കിഷ്ടമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ السائل فلا تنهر. യതീമുകളായ ആളുകളെ നിങ്ങൾ സംരക്ഷിക്കണമേ. അവരുടെ മനസ്സിന് വേദന വരുന്ന വിധം അവരോട് പെരുമാറരുതേ. ഒരു കുഞ്ഞിൻ്റെ ഉപ്പ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു പോയാൽ, ആ കുഞ്ഞിനോട് നിങ്ങൾ അതിരറ്റ സ്നേഹം കൊടുക്കണമേ. ആ സ്നേഹം ആ കുഞ്ഞിൻ തിന്മയിലേക്ക് പോകാനുള്ള വഴിയാവണം എന്നല്ല ഈ പറയുന്നത്. എന്നാൽ ആ കുഞ്ഞിന് ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ വാത്സല്യം നഷ്ടമാകുമ്പോൾ അത് കുഞ്ഞിന് പകരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണേ. ദാരിദ്ര്യം കൊണ്ട് വിഷമിച്ച് ജീവിക്കാൻ വകയില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും കൈനീട്ടി വരുമ്പോൾ നിങ്ങൾ അവരെ ആട്ടിയോടിക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കഥ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ദഖലത അലയ്യ ഇംറഅ, ഒരു പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണിൻ്റെ കൂടെ 2 പെൺമക്കളുണ്ട്. അവരെ യാചിച്ചു കൊണ്ടുവന്നവരാണ്. എന്നെങ്കിലും ഭക്ഷണം തരണേ ആയിഷ ബീവി എന്ന് ചോദിച്ചു വന്നു. എൻ്റെ അടുത്താണെങ്കിലോ ഏതാനും 1 or 2 ഈത്തപ്പഴമാണ് എൻ്റെ കയ്യിലുള്ളത്. ഗൈറ തംറത്തിൻ വാഹിദ. വേറെ റിവായത്തിലുണ്ട് 3 ഈത്തപ്പഴമുണ്ടായിരുന്നു. 3 എണ്ണം കൊടുത്തു. ഓരോന്നും ആ ഉമ്മ തൻ്റെ കയ്യിലിരിക്കുന്ന ഇരട്ട മക്കളായ ഓരോ പെൺകുട്ടിക്കും ഓരോ ഈത്തപ്പഴം കൊടുത്തു. ഈത്തപ്പഴമാണ്, ഒരു ആപ്പിളല്ല, ഒരു ചെറിയ സാധനം. ഈത്തപ്പഴം അത് ഓരോ മോളും കടിച്ചു തീർത്തു. അവരെ വിശന്നിരിക്കുകയാണ്. നോക്കണേ, ഐസ്ക്രീം വേണമെന്നല്ല മക്കൾ പറയുന്നത്, വിശപ്പടക്കാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം. അത് ഈത്തപ്പഴമാണ് കിട്ടിയത്. ആ ഉമ്മ അത് കൊടുത്തു. നമ്മൾ ആലോചിക്കണം, ദാരിദ്ര്യം നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മുടെ ദാരിദ്ര്യം, നമ്മൾ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാലും അത് യഥാർത്ഥ ദാരിദ്ര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിക്കാൻ അന്നം ശരീരത്തിലേക്ക് കൊടുക്കാൻ ഒരു വറ്റ് പോലും, ഒരരിമണി പോലും ഇല്ലാത്ത ജീവിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൗതുകത്തോടെ പറയുകയാണ് സംഭവം. 3 ഈത്തപ്പഴം കൊടുത്തപ്പോൾ ആ 3-ൽ 2 എണ്ണം ഓരോന്നായി ഓരോ പെൺമക്കളുടെ കയ്യിൽ കൊടുത്തു. അവരത് കഴിച്ചു. 3-മത്തേത് ആ ഉമ്മാക്ക് വിശക്കുന്നുണ്ട്. അവർ കഴിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കത് വേണം. ഇത് പറഞ്ഞപ്പോൾ താൻ കഴിക്കേണ്ട 1 കഴിക്കാതെ അത് 2 ഭാഗമായി ചീന്തിയെടുത്ത് ആ മക്കൾക്ക് തന്നെ ഉമ്മ കൊടുക്കുന്നതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുന്നത്. പിന്നെ അവർ എഴുന്നേറ്റുപോയി. പുണ്യ നബി വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് കൗതുകത്തോടെ പറയുന്നു, നബിയേ, എന്തൊരത്ഭുതം! ഒരു ഉമ്മ കുഞ്ഞിനോട് കാണിച്ച സ്നേഹം അങ്ങറിഞ്ഞോ? ഞാൻ 3 ഈത്തപ്പഴം കൊടുത്തിട്ട് ആ 3-ൽ 2 എണ്ണം 2 മക്കൾക്ക് ഓരോന്നായി കൊടുത്ത് 3-മത്തേത് തിന്നാൻ പോകുമ്പോൾ ആ മക്കള് ഞങ്ങൾക്ക് വേണം ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ വിശപ്പ് സഹിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി 2 ചീന്തായി അതും കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മനിബ്തുലിയ ബിശൈഇൻ മിൻ ഹാദിഹിൽ ബനാത് ഫസബറ അലൈഹിന്ന കുന്ന ലഹു ഹിജാബൻ മിനന്നാർ. പെൺമക്കളുള്ളവർ സന്തോഷിച്ചോളൂ. പെൺകുട്ടികൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ഇത് ഹബീബായ നബി തങ്ങൾ തരുന്ന സന്തോഷ വാർത്തയാണ്. സ്വർഗലോകങ്ങളെക്കുറിച്ച് വിവരമുള്ള നബിതങ്ങളാണ് ഈ പറയുന്നത്. മനിബ്തുലിയ ബിശൈഇൻ മിൻ ഹാദിഹിൽ ബനാത്.
പെൺമക്കളെ അള്ളാഹു തന്നതിൽ പിറകെ നിങ്ങൾക്ക് എന്തെങ്കിലും ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം, സാമ്പത്തികമില്ലാത്ത പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഫസ്വബറ അലൈഹിന്ന, ആ മക്കളെ വിവാഹം ചെയ്ത് അയക്കുന്നത് വരെ ആ പെൺമക്കളെ ക്ഷമയോടെ നിങ്ങൾ പോറ്റി വളർത്തുകയാണെങ്കിൽ കുന്നലഹു ഹിജാബം മിനന്നാർ, ഈ പെൺമക്കൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയായി വരും. നിങ്ങളെ നരകത്തിൽ പോകാതെ കാക്കാൻ ആ പെൺകുട്ടികളോട് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഗുണം മതിയാവും. അവർക്ക് അന്നം കൊടുത്തത്, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, അവർക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയത്, ഇത് നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഹിജാബും മിനന്നാർ, നരകത്തിൽ നിന്ന് മറയാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യമാണ്. ആൺമക്കളെ കുറിച്ച് അത് പറഞ്ഞിട്ടില്ല, അവർ മോശപ്പെട്ടത് കൊണ്ടല്ല. ആൺകുട്ടികൾ എന്ന് പറയുന്നത് നിഅമത്താണ്. നിങ്ങളോട് അള്ളാഹു നാളെ ചോദിക്കും, ആ മക്കളെ നിങ്ങൾ എന്തിനാണ് ലോകത്തിന്, നാടിന്, സമൂഹത്തിന്, ഉമ്മത്തിന് എന്തുപകാരമാണ് നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് കിട്ടിയത് എന്ന്. പെൺമക്കളാണെങ്കിൽ ഹസനാത്ത്, അത് നന്മകളാണ്, സുഹൃതങ്ങളാണ്. തുസാബൂന അലൈഹ, അള്ളാഹു നിങ്ങൾക്കതിന് കൂലി തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ. കടം കൊണ്ട് കുടുങ്ങിയവർ, കിടക്കാനൊരു വീട് പോലുമില്ലാത്തവർ, വാടക കെട്ടിടത്തിൽ കഴിയുന്നവർ, ചോർന്നൊലിക്കുന്ന വീടിൽ കഴിയുന്നവർ, സൗകര്യങ്ങളില്ലാത്തവർ, അവിടെയും കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവിടെയും ജീവനുകളുണ്ട് എന്നോർക്കണം. അടച്ചുറപ്പുള്ള ഡോറ് പോലുമില്ലാത്ത എത്രയോ വീടുകൾ നമ്മുടെ കേരളക്കരയിലുണ്ടല്ലോ, നമ്മുടെ പരിസരങ്ങളിൽ കാണുമല്ലോ. അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ മറക്കാതെ 5 നേരത്തെ നിങ്ങളുടെ നിസ്കാരം നിലനിർത്തുകയും നിങ്ങളുടെ നാവ് സൂക്ഷിക്കുകയും ചിന്തകളെ നിയന്ത്രിക്കുകയും ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത് സ്വർഗലോകമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചത്. മഹാനായ മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ, യാ റബ്ബ് ഐന അബ്ഗീക്, അല്ലാഹുവേ നിന്നെ ഞാൻ എവിടെയാണ് നോക്കേണ്ടത്, എവിടെയാണ് റബ്ബേ നിന്റെ സാന്നിധ്യം ഉണ്ടാവുക? ഐന അബ്ഗീക്, അല്ലാഹുവേ നിന്നെ എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും, നീ എവിടെയാണ് ഉണ്ടാവുക എന്ന കൗതുകകരമായൊരു ചോദ്യം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു നൽകിയ മറുപടി നോക്കണം. ഇബ്ഗിനി ഇൻദൽ മുൻകസിറതി ഖുലൂബുഹും, ആരാണോ മനസ്സ് പൊട്ടി ജീവിക്കുന്നത് അവിടം ഞാനുണ്ട്. ആരാണോ സങ്കട കണ്ണീരോടുകൂടെ കഴിയുന്നത് അവിടെ ഞാനുണ്ട്. ആരാണോ ദാരിദ്ര്യത്തിൽ കിടന്ന് വിഷമിക്കുന്നത് അവിടെ ഞാനുണ്ട്. ഫഇന്നി അദ്നൂ മിൻഹും കുല്ല യൗമിൻ ബാഅ, ഓരോ ദിവസവും ഒരു മുഴം ഞാൻ അവരിലേക്ക് അടുക്കുന്നുണ്ട്. ലൗലാ ദാലിക ലതഹദ്ദമു, അതില്ലായിരുന്നെങ്കിൽ അവർ തകരുമായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ മഹാനായ സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവറുകൾ, കോഴിക്കോട് ഖാദി മഹാനവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി വഴിമാറുന്നു. നമ്മുടെ പരിപാടി പഠനകർമ്മം തങ്ങൾ നിർവഹിക്കില്ല, കുഴപ്പമില്ല. തങ്ങളെ സമ്മതം തന്നിട്ടുണ്ട്, അതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇരിക്കരുത്. ഇബ്ഗിനി ഇൻദൽ മുൻകസിറതി ഖുലൂബുഹും, എവിടെയാണ് അല്ലാഹുവേ നിന്നെ ഞാൻ നോക്കേണ്ടത്, എവിടെയാണ് റബ്ബേ നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ മറുപടി, മൂസ നബിയെ സങ്കടപ്പെട്ട് കഴിയുന്നവരുടെ അടുത്ത് ഞാനുണ്ട്. ഇതിലും വലിയ ആശ്വാസം എന്താ വേണ്ടത്? അവരോടൊപ്പം ഞാൻ ഓരോ ദിവസവും ഒരു മുഴമെന്നോണം അടുക്കുന്നുണ്ട്. എൻ്റെ സാമീപ്യം അവർക്കില്ലായിരുന്നെങ്കിൽ അവർ തകർന്നു പോയേനെ. ലൗലാ ദാലിക ലതഹദ്ദമൂ, അതില്ലായിരുന്നെങ്കിൽ അവർ തകർന്നു പോയേനെ എന്ന് മഹാനായ മൂസ നബിയോട് അള്ളാഹുവിൻ്റെ മറുപടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. പാവപ്പെട്ടവർക്ക് വേണ്ടി കൈനീട്ടി അവരെ സഹായിക്കുന്നത്, അവരിങ്ങോട്ട് കൈനീട്ടുന്നതിൻ്റെ മുമ്പ് അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത്. ഇതിനൊന്നും വലിയ മില്യനേഴ്സ് ആവണമെന്നില്ല. നമുക്കെന്താണോ അള്ളാഹു നൽകിയത്
അതിൽ നിന്നൊരൽപ്പം നമുക്കെന്താണോ റബ്ബ് തആല നിഅമത്ത് ചെയ്തത് അതിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം. പാവപ്പെട്ടവരെ കണ്ടില്ലെന്ന് നടിക്കരുത്. അവരുടെ മുമ്പിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ, അവരോട് കരുണ കാണിക്കാൻ ഒരവസരം ലഭിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം അല്ലാഹുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്, ആ വീടുകളിലുണ്ട്, അവരുടെ കണ്ണുനീരിനോടൊപ്പമുണ്ട് എന്ന് മഹാനായ മൂസ നബിയോട് അല്ലാഹു ജല്ല ജലാലുഹു. കണ്ണ് കാണാത്ത, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ഹദീസിൻ ഹബീബായ നബിയുടെ സ്വഹാബിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അവസാന കാലഘട്ടങ്ങളിൽ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു. കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ പിന്നെ വീട്ടിലാണ് നിസ്കാരം. വീട്ടിൽ നിസ്കരിക്കുന്നൊരു റൂമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കിടപ്പുമുറിയുടെ ഇപ്പുറത്ത് നിസ്കരിക്കാനൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ അടുത്ത് ഈത്തപ്പഴം വെക്കുന്ന ഒരു കൊട്ടയുണ്ട്. ഏതെങ്കിലും ഒരു മിസ്കീനായ മനുഷ്യൻ വന്നാൽ, ഏതെങ്കിലും ഒരു മിസ്കീനായ മനുഷ്യൻ വീടിൻ്റെ പൂമുഖത്ത് വന്ന് സലാം പറഞ്ഞാൽ ആ ഈത്തപ്പഴ കൊട്ടയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് എടുത്തു കൊണ്ടുപോകാൻ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് സമാനമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റോഡ് സൈഡിലാണ് വീട്. കുട്ടികളോ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ, നടന്ന് കാൽനടയായി പോകുന്നവർ, അവരൊക്കെ പോകുന്ന ഒരു വഴിയുടെ വക്കിലാണ് നിങ്ങളുടെ വീടെങ്കിൽ, കുടിക്കാനൊരു വെള്ളത്തിൻ്റെ ടാപ്പ് നിങ്ങളുടെ മതിലിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്ത്, കുടിക്കാനുള്ളൊരു കുടിവെള്ളം, നിങ്ങളുടെ കിണറ്റിൽ ശുദ്ധവെള്ളമാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഒരംശം നാട്ടുകാർ, അവിടെ കടന്നു പോകുന്നവർ, അവർ ബോട്ടിൽ വെള്ളം നിറച്ചോട്ടെ, അവർ കുടിച്ചുകൊള്ളട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഇത് ജാരിയായ സ്വതഖയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം, നിങ്ങളുടെ മക്കളത് തുടർന്നു കൊണ്ടുപോകുന്ന കാലത്തോളം, അത് നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് കൂലി കിട്ടും. ഈ സ്വഹാബി ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു കണ്ണിൻ്റെ കാഴ്ച പോയപ്പോഴും മിസ്കിന്മാർ വരുന്നത് കാണൂല. പക്ഷേ ആരും വീട്ടിൽ ആളെ കാണാതെ തിരിച്ചു പോകരുത് എന്ന് വിചാരിച്ച് മഹാനവറുകൾ ഒരു കൊട്ടയിൽ ഈത്തപ്പഴം അവിടെ വെക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരങ്ങളിൽ യാചകന്മാർ കടന്നു വരുമ്പോൾ അവർ അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോകും. ബഹുമാനപ്പെട്ടവർ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ റൂമിൽ നിന്ന് അവരുടെ നിസ്കരിക്കുന്ന റൂമിൽ നിന്ന് വീടിൻ്റെ തിണ്ണയിലേക്ക്, മെയിൻ വാതിലിലേക്ക് കടന്നു വരുന്ന സ്ഥലത്ത് ഒരു കയറ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കയറിൽ പിടിച്ചുകൊണ്ടാണ് വരിക, പൂമുഖത്തേക്ക് വരുന്നത്. കണ്ണ് കാണില്ലല്ലോ. അപ്പോൾ റൂമിൽ നിന്ന് വീടിൻ്റെ പൂമുഖത്തേക്ക് വരണമെങ്കിൽ അവിടെ വെച്ചൊരു കയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരണം. ആരെങ്കിലും ഒരു മിസ്കീനായ ആൾ വന്നാൽ അദ്ദേഹം ഈ കയറ് പിടിച്ച് ഇങ്ങനെ കണ്ണു കാണാതെ വീടിൻ്റെ പൂമുഖം വരെ വന്ന് ആ കൊട്ടയിലുള്ള ഈത്തപ്പഴം മിസ്കീനായ മനുഷ്യന് കൈ കൊണ്ടെടുത്ത് കൊടുക്കുമ്പോൾ വീട്ടിലെ മക്കൾ പറയും, ഉപ്പാ ഞങ്ങളത് ചെയ്യാം, നഹ്നു നക്ഫീക്, ഞങ്ങളത് ചെയ്യാമല്ലോ, നിങ്ങളെന്തിനാ നടന്നു വരുന്നത്, നിങ്ങളെന്തിനാ കയറും പിടിച്ച് ഇങ്ങനെ വരുന്നത്, ഞങ്ങളത് ചെയ്തു കൊള്ളാം എന്ന് മക്കൾ പറയുമ്പോൾ മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുനാവലത്തുൽ മിസ്കീനി മിസ്കീനായ ഒരു മനുഷ്യന് നിങ്ങളുടെ കൈകൊണ്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ, മിസ്കീനായ മനുഷ്യന് നിങ്ങളുടെ കൈകൊണ്ടൊരു ചായയോ ഒരു വെള്ളമോ എടുത്തു കൊടുത്താൽ, പാവപ്പെട്ട ഒരു മനുഷ്യന് നിങ്ങളുടെ കൈകൊണ്ടൊരു ഭക്ഷണം എടുത്തു കൊടുത്താൽ, മോശപ്പെട്ട മരണം അവർക്കുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല ഒരു മരണം പ്രതീക്ഷിക്കുന്നവർ, അള്ളാഹുലേക്ക് നല്ലൊരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരിക്കണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും അവരുടെ കൈകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. എത്രയോ ഉമ്മമാർ നമ്മൾ കേൾക്കാറില്ലേ, ആര് വന്നാലും, ഏത് പരിചയമില്ലാത്ത ആൾ വന്നാലും, ഇപ്പോൾ ഒരു പക്ഷേ സേഫ്റ്റി നോക്കേണ്ടി വരും. കാരണം യാചകന്മാരായി ചമഞ്ഞ് വരുന്നവരിൽ കൊലയാളികൾ കാണാം, കള്ളന്മാർ കാണാം, മോഷ്ടാക്കൾ കാണാം. നിങ്ങളുടെ ചുറ്റുപാടുകൾ സുരക്ഷിതമാണെങ്കിൽ മാത്രം. എത്രയോ ആളുകൾ വീട്ടിലേക്ക് വരുന്ന യാചകന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ പറഞ്ഞേക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. അവർക്ക് മിസ്കീന്മാരാണോ എന്നറിയുമ്പോൾ ഉള്ളത് കൊടുക്കുന്നത്,
അന്നത്തെ മിസ്കീന്മാരും അങ്ങനെയാണ്. അവർ ആർത്തിയുള്ളവരായിരുന്നില്ല, അവർ മോഷണം ചെയ്യുമായിരുന്നില്ല, വീടിൻ്റെ ഉള്ളിലേക്ക് ജനൽ പഴുതിലൂടെ നോക്കുമായിരുന്നില്ല. അത് ചെയ്യാൻ പാടില്ലെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്. മുനാവലത്തുൽ മിസ്കീൻ മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൈകൊണ്ട് എടുത്തു കൊടുക്കുന്നത്, ഒരു സമ്മാനം എടുത്തു കൊടുക്കുന്നത്, ഒരു ദാനം സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നത് മോശപ്പെട്ട മരണം സംഭവിക്കാതെ നിങ്ങളെ സൂക്ഷിക്കാൻ അത് കാരണമാകും. അല്ലാഹു നിങ്ങൾക്ക് മോശപ്പെട്ട മരണത്തിൽ നിന്ന് മോചനം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നമ്മുടെ വീടുകളിൽ ജോലിക്ക് വരുന്നവര്, ഖാദിമീങ്ങളായ ആളുകൾ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, നിങ്ങളുടെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരോടൊക്കെയും കരുണ കാണിക്കണം. അസ്വലാ അസ്വലാ വമാ മലക്കത് ഐമാനുക്കും. ഹബീബായ നബിയുടെ അവസാനത്തെ വസിയത്തായിരുന്നു അത്. അസ്വലാ അസ്വലാ. ഈ ഉമ്മത്തിനോട് നബി തങ്ങൾ യാത്ര പറയുമ്പോൾ, ലോകത്തോട് വിട പറയുന്ന നേരത്ത് ഹബീബായ നബിയുടെ അവസാന വാക്കുകൾ ഹദീസിൽ കാണാം. ഇമാം നസായി തങ്ങൾ അവരുടെ സുനനുൽ കുബറയിൽ ഹബീബായ നബിയുടെ അവസാനത്തെ വസിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞ അവസാനത്തെ വാക്ക് അസ്വലാ അസ്വലാ. 5 നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ കൈവടിയരുതേ. വമാ മലക്കത് ഐമാനുക്കും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആശ്രിതരായി ജീവിക്കുന്ന ആളുകൾ, അതന്ന് അടിമകളുണ്ട്, നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ ജോലിക്കാരുണ്ട്, വേലക്കാരുണ്ട്. അവരെയൊക്കെ നോക്കണേ, അവരെ സംരക്ഷിക്കണേ, അവരെ വേദനിപ്പിക്കരുതേ. ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. അവസാനം പറഞ്ഞ 2 എണ്ണം, ഒന്ന് നിസ്കാരമാണ്, മറ്റൊന്ന് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ആശ്രിതരായി കഴിയുന്നവർ, അവരെ നിങ്ങൾ നോക്കേണമേ, അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്ന് നബിയോട് ചോദിച്ച ചോദ്യമാണ്, നബിയേ, മിസ്കീനായ ആൾക്ക്, ഖാദിമായ ആൾ, ജോലി ചെയ്യുന്ന, വീട്ടിൽ പണി ചെയ്യുന്ന, കൂലിവേല ചെയ്യുന്ന, വീട് വൃത്തിയാക്കാൻ വരുന്ന, നമുക്ക് സഹായത്തിന് വരുന്ന ആളുകൾ, അവർക്ക് എത്ര നേരമാണ്, എത്ര തവണയാണ് മാപ്പ് കൊടുക്കേണ്ടത്? നബിയെ, ഒരു മിസ്റ്റേക്ക് സഹിച്ചു, 2 എണ്ണം സഹിച്ചു, 3 എണ്ണം സഹിച്ചു, പിന്നെ ദേഷ്യപ്പെടൂലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യൂലേ? നമ്മൾ എത്ര നേരമാണ് നബിയെ മാപ്പ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പുണ്യ നബി തങ്ങൾ മിണ്ടാതിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? യഅഫു അൻഹു കുല്ല യൗമിൻ 70 മറ. ഓരോ ദിവസവും 70 തവണ നിങ്ങൾ മാപ്പ് കൊടുക്കണം. ഓരോ ദിവസവും 70 തവണ. അതുകൊണ്ടാണ് ഹബീബായ നബിയുടെ ഖാദിം അൻസ്വാരിയായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 കൊല്ലം ഞാൻ ഹബീബിന് വേല ചെയ്തിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ വീട്ടിൽ 10 കൊല്ലം. ഈ 10 വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും എന്നെ ചീത്ത വിളിക്കുകയോ എന്നോട് ആക്രോശിക്കുകയോ, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ലെന്നോ, പാടില്ലാത്തത് ചെയ്യുമ്പോൾ എന്തിനനസേ നിങ്ങളത് ചെയ്തെന്നോ എൻ്റെ യജമാനനായ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു യജമാനനാണ് എൻ്റെ അഷ്റഫുൽ ഖൽഖ് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു الرجل دينار ينفقه على عياله ودينار ينفقه على دابته في سبيل الله ودينار ينفقه على صحابه في سبيل الله. ഈ ഉമ്മത്തിൻ്റെ മനസ്സ് സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് നബി തങ്ങൾ. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ പൈസകളിൽ ഏറ്റവും നല്ല പൈസ, നിങ്ങൾ ചെലവഴിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും നല്ല ദാനം ഏതാണെന്നറിയോ? ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്,
വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്, സ്കൂളിലെ മദ്രസയിലെ ഫീസ് ഉണ്ടെങ്കിൽ അടക്കുന്നത്, അവർക്ക് ബസ് ഫെയർ കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ ഭാര്യയെ ഉമ്മയെ ഉപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത്, അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്, അവർ ഉംറക്ക് കൊണ്ടുപോകുന്നത്, സിയാറത്തിന് നിങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രപഞ്ചം കാണിക്കാൻ കൊണ്ടുപോകുന്നത്, എന്തോ ആകട്ടെ, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന കാശ് മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ദാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, മറ്റേ ഹദീസിലാണ് നബി തങ്ങൾ പറഞ്ഞത്, വഹുവ യഹ്തസിബുഹു. എന്ത് വേണം? ഞാൻ ഈ ചെയ്യുന്നതിന് അല്ലാഹു പ്രതിഫലം നൽകും എന്ന് പ്രതീക്ഷിക്കണം എന്നല്ലാതെ പ്രാഗിപ്പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഭാര്യ ഒരു കാര്യം ചോദിക്കുമ്പോൾ, മക്കളൊരു കാര്യം ചോദിക്കുമ്പോൾ കയ്യിൽ കാശുണ്ടാവണമെന്നില്ല. എന്നാലും നമ്മൾ നിർവഹിച്ചു കൊടുക്കും. പക്ഷെ അത് നിർവഹിക്കുമ്പോഴേ ചിലപ്പോൾ മനസ്സിന് ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ വിഷമമായിരിക്കും. പക്ഷേ നിങ്ങൾ അല്ലാഹു എനിക്കിതിന് കൂലി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീട് പണി നിങ്ങൾ നടത്തുന്നതെങ്കിൽ, വീട്ടിലേക്ക് ഏതെങ്കിലും ആവശ്യമായ കോക്കറി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ, വീട്ടിലേക്ക് ആവശ്യമായ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതടക്കം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിയ്യത്ത് ചെയ്യണം, ഇതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ ദാനമാണ് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസുണ്ട്. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നത്, അതങ്ങനെ തന്നെയല്ല, നബി തങ്ങൾ പറഞ്ഞ വാക്കതല്ല. വദീനാറുൻ യുൻഫിഖുഹു അലാ ദാബത്തിഹി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ വഴിയിൽ നിങ്ങളുടെ വാഹനത്തിന് നിങ്ങൾ ചെലവഴിക്കുന്നത്. അന്നത്തെ വാഹനം കുതിരയാണ്, കഴുതയാണ്, ഒട്ടകമാണ്. അതിന് പുല്ല് വേണം, അതിന് ഭക്ഷണം വേണം. അല്ലാഹുവിൻ്റെ വഴിയിൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് ഇൽമ പഠിക്കാനാണ്, വഅദ് കേൾക്കാനാണ്, ആത്മീയ സദസ്സിലേക്കാണ് വന്നത്, മജ്ലിസുൻ നൂറിലേക്കാണ് വന്നത്. ഇത് അല്ലാഹുവിൻ്റെ വഴിയിലാണ്, ഫീ സബീലില്ലാഹ്, അതും അല്ലാഹുവിൻ്റെ വഴിയിലാണ്. ഈ വഴിക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് ആവശ്യമായ ഡീസൽ അടിച്ചത്, പെട്രോൾ അടിച്ചത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ചെയ്തത്, നിങ്ങളുടെ വാഹനം ഏതോ അതിന് നിങ്ങൾ ചെലവഴിക്കുന്നതെല്ലാം അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്കയായി സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ സ്വീകരിക്കട്ടെ. നമുക്കറിയോ അങ്ങനെ ഒരു സ്വതക്കുണ്ട്. നമ്മൾ പെട്രോൾ അടിച്ച് വന്നത് നമുക്ക് സ്വതക്കയാണത്രേ, അല്ലാഹുവിൻ്റെ കാരുണ്യമാണത്. പിന്നെ പറഞ്ഞു, വദീനാറുൻ യുൻഫിഖുഹു അലാ അസ്ഹാബിഹി ഫീ സബീലില്ലാഹ്. സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ വഴിയിൽ പോകുന്ന ഒരാൾ നല്ലൊരു ഇൽമ പഠിക്കാനുള്ള യാത്രയാണ്, മഹാന്മാരെ സന്ദർശിക്കുന്ന ഒരു യാത്രയാണ്, ഒരു സിയാറത്ത് യാത്രയിലാണ്, ഹജ്ജ് യാത്രയിലാണ്, ഉംറ യാത്രയിലാണ്. ആ യാത്രയിൽ പോകുമ്പോഴേ ആ കൂട്ടുകാരന് നിങ്ങൾ വാഹനത്തിന് എണ്ണ അടിച്ചു കൊടുത്തു, യാത്ര ചെലവിലേക്ക് നിങ്ങളൊരു സഹായം ചെയ്തു കൊടുത്തു. നിങ്ങൾ ചെയ്യുന്ന ദാനം അഫ്ദലു ദീനാരിൻ യുൻഫിഖുഹു റജുൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരാളെ സംബന്ധിച്ച് സ്വഹാബിമാരിങ്ങനെ പറയാൻ, അശ്അരികളായ ആളുകൾ, അവർ യമനികളാണ്. അവരെ മദീനയിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു നബി തങ്ങളോട്, നബിയെ മാ റഅയ്നാ അഹദൻ ബഅദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദല മിൻ ഫുലാൻ. നബിയെ, അങ്ങയെ കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഒരാളെ സംബന്ധിച്ചാണ് നല്ല മനുഷ്യനാണെന്ന് പറയുന്നത്. യസൂമുൻ നഹാർ, പകല് മുഴുവനും നോമ്പാണ്. അങ്ങനെ ഫഇദാ നസൽനാ, ഞങ്ങൾ യാത്രയിൽ വിശ്രമിക്കാൻ ഇറങ്ങിയാൽ ഖാമ യുസല്ലി ഹത്താ നർതഹിൽ, ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് വരെ അവർ നിസ്കരിക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു മഹാൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം നബി തങ്ങൾ ചോദിച്ചു, മയ്യമൂനുഹു ഔ യക്ഫീഹി ഔ യസ്ആ അലൈഹി. അപ്പോൾ ഈ ആള് നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നു അല്ലേ? ഖിദ്മത്ത് എടുക്കല്ല ചെയ്തത്, അയാൾ നോമ്പുകാരനാണ്. ഇവരൊക്കെ വിശ്രമിക്കുമ്പോൾ അയാൾ നിന്ന് നിസ്കരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, അയാളുടെ ചെലവാരാ കൊടുക്കുന്നത്? ഇപ്പം പറഞ്ഞു, നഹ്നു, ഞങ്ങളാണ്. തങ്ങൾ പറഞ്ഞു, അൻതും അഅ്ബദു മിൻഹു, ഈ മനുഷ്യനേക്കാൾ നിങ്ങളാണ് ഇബാദത്ത് ചെയ്യുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്തേ? അധ്വാനത്തിന് അള്ളാഹു നൽകുന്ന മഹത്വമാണത്. ജോലി ചെയ്യുന്നവർ, ഈസാ നബി അലൈഹിസ്സലാം ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, മാ തസ്നഉ, എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതഅബ്ബദു, ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാ, എനിക്ക് ജോലി ഇബാദത്താണ്. അപ്പൊ പറഞ്ഞു, നിനക്ക് ചെലവിന് ആര് തരും? അപ്പൊ പറഞ്ഞു, അഖീ, എൻ്റെ സഹോദരൻ ജോലിക്ക് പോകുന്ന ആളാ, അവൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവന് കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, അവനാണ് എനിക്ക് പൈസ തരുന്നത്. ഞാൻ ഇങ്ങനെ സിയാറത്തും അതുപോലെ തന്നെ ഇബാദത്തും നോമ്പും ദിക്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു. എന്നാൽ നിനക്കറിയണോ, അഖൂക അഅ്ബദു മിൻക്, നിനക്ക് ചെലവ് തരുന്ന നിന്റെ സഹോദരൻ നിന്നെക്കാളും വലിയ ആബിദാൻ എന്ന് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അധ്വാനത്തിന് വിലയുണ്ട്, ജോലിക്ക് വിലയുണ്ട്. അങ്ങനെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുന്നതിൽ ഏറ്റവും വലിയ കൂലി കിട്ടുന്നതോ നിങ്ങളുടെ ആശ്രിതർക്ക്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ നൽകുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ തങ്ങൾ അവരുടെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ പറയുന്നത് വലിയ അദബുകേടാണ്. സയ്യിദന്മാരോട്, ആലിമീങ്ങളോട് ചെയ്യേണ്ട മര്യാദയും അടക്കം സമയമുണ്ടെങ്കിൽ ഇന്നത്തെ ചർച്ചയിൽ വരേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ വേറെ അടുത്ത ആഴ്ച എവിടെയെങ്കിലും പറയുമെന്ന് ഉദ്ദേശിക്കുന്നു ഇൻഷാ അല്ലാഹ്. നമ്മുടെ സംഘാടകർ, നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ വളണ്ടിയേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ഈ പരിപാടിയുടെ ചെലവിലേക്ക് നല്ലൊരു സ്വതക്ക കൊടുക്കാൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവറുകൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ ഈ പരിപാടിയിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ്